ഇങ്ങനെ നിന്ന് സംസാരിച്ചിട്ട് പിന്നെ തിരിഞ്ഞു പോയി ഡിക്കി. അപ്പോൾ എൻ്റെ ഡിക്കിയും കാറിൻ്റെ ഡിക്കിയും ഫോക്കസ് ആയിരുന്നു. എൻ്റെ കാഴ്ചപ്പാടി ഞാൻ പറയുന്നു 2 പീസ് ഒന്നുമല്ല. ഏറ്റവും വൾഗർ ഡ്രസ്സ് അങ്ങനെയാണെങ്കിൽ ഞാൻ സാരി എന്നേ പറയൂ. നോർമൽ ഒരു ബ്ലൗസ് തയ്ക്കും, ബാക്ക് കഴുത്ത് ഇങ്ങനെ ഉണ്ടാവും, ഫ്രണ്ട് കഴുത്ത് ഇങ്ങനെ ഉണ്ടാവും, അതിൽ ഈ ക്ലീവേജ് തന്നെ ഇങ്ങനെ ആയിരിക്കും കാണുക. വയറും കാണിച്ച് ഇവിടെ ഇത്രയും കാണിച്ച് പിന്നെ വേണമെങ്കിൽ മടക്കി ഒരു കുത്തും കൂടെ കുത്തും. എന്നെ ഒരു പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ടോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ഗവൺമെൻറ് തന്നെ അംഗീകരിച്ച് 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും എവിടെയും ഒരു 4 ചുവരിനുള്ളിൽ സെക്സ് ചെയ്യാന്നുള്ളൊരു ഇത് കൊടുത്തതും. 2 വയസ്സായ കുട്ടീനെ റേപ്പ് ചെയ്താൽ അതിനെ നമ്മൾ എതിർത്ത് സംസാരിക്കുക, എല്ലാം കാണിച്ചുകൊണ്ട് നിന്നിട്ട് അതിനെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കണ്ടിന്യൂസ് ഞങ്ങൾ തന്നെ വരേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് പുള്ളിയുടെ അടുത്തോ പുള്ളിക്ക് എന്നോട് ഒരു ബോണ്ടില്ല. ഓക്കെ, നിൻ്റെയോ നിൻ്റെ വീട്ടുകാരുടെ നിൻ്റെ വീട്ടിലുള്ള ഏതെങ്കിലും ആണുങ്ങളുടെയോ നിൻ്റെ ചുറ്റുപാടുള്ള ഫ്രണ്ട്സിൻ്റെയോ ഏവൻ്റെയെങ്കിലും കൂടെ ഇങ്ങനെ ക്യാഷ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം നേടിത്തരാമെന്ന് പറഞ്ഞിട്ടോ പോയതായിട്ടോ സംസാരിച്ചതായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. വെറുതെ വാഗുണ്ടായാലും എൻ്റെ മുമ്പിൽ പറയുക, എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ടിൽ പറയുക. അന്ന് ഞാൻ ഈ പരിപാടി വെച്ച് ചേർത്തും. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മൂവി വേൾഡ് മീഡിയ ഇരിക്കുന്നത് നമ്മുടെ ശാന്തസുന്ദരമായിട്ടുള്ള വർക്കലയിലാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ എന്നോടൊപ്പം ഇന്ന് വിശേഷങ്ങൾ പങ്കിടുന്നത് ഒരു സിനിമ സീരിയൽ താരമോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ മറ്റ് കലാരൂപമായിട്ട് ബന്ധപ്പെട്ട് വൈറലായിട്ടൊരു താരമൊന്നുമില്ല. പക്ഷേ വൈറലായ താരം തന്നെയാണ്, ക്ലീവേജിലൂടെ വൈറലായ താരമാണ് ക്ലീവ് ക്യൂ എന്ന് പറയുന്ന ആർഷ ജയാണ് ഇപ്പോൾ എന്നോടൊപ്പം. നമസ്കാരം. ക്ലീവ് ക്യൂൻ അല്ലേ? അതെന്താണ് ക്ലീവ് ക്യൂൻ? എന്താണ് ഇത്? മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്ലീവേജ് എക്സ്പോസ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട്സ് ആണോ കൂടുതലും കാണിക്കുന്നത്? കാണിക്കാറുണ്ടായിരുന്നു. അല്ല, ക്ലീവ് ക്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കൊന്ന് പഴയ പേരാന്ന് തോന്നുന്നത്. അതെ, പിന്നീട് കുറച്ച് നാൾ ഞാൻ ഫീൽഡ് മാറി നിന്നു. സൈസ് ആക്നെ വന്നു, പിന്നെ കുറച്ച് വണ്ണം വെച്ചു, ഫുഡ് കഴിച്ച് വണ്ണം വെച്ചപ്പോൾ പിന്നെ കുറച്ച് ഫാമിലി ആയിട്ട് മാറി നിൽക്കേണ്ടി വന്നു. ദെൻ ഒരു 1 ഇയർ സൈഡായി. ഒരു വർഷം മാറി. അതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട്, റയർ ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ളൂ. കുറച്ചല്ല, ഒരു 10-25 കിലോ തടിച്ചു. 25 കിലോ? എത്ര മാസം കൊണ്ട്? ഒരു 6 മന്തിനുള്ളിൽ. ഓക്കെ. നമ്മളിപ്പം കുറേ അധികം ഇൻ്റർവ്യൂസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, പല താരങ്ങളെ എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളെ എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം എൻ്റെ ഒരു കോൺസെപ്റ്റിൽ വന്ന് നമ്മൾ ചാനലിനെ അറിയിച്ചപ്പോൾ അത് അപ്രൂവൽ തരികയാണ് ചെയ്തത്. അപ്പം പ്രത്യേകിച്ച് ആർഷയുടെ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ആണ് ഏഴുമല പൂഞ്ചോല എന്ന ഒരു പാട്ട് റീക്രിയേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു എനിക്ക് അതിനുശേഷമാണ് ആർഷയായിട്ട് എല്ലാവർക്കും അറിയുന്നത്. ആർഷ അറിയുന്നത് അങ്ങനെയാണോ തോന്നുന്നല്ലേ? കാര്യം ആ ഒരു വീഡിയോ എനിക്ക് നല്ല മില്യൺ വ്യൂവേഴ്സ് വന്നു. ഇല്ല, അതിന് മുകേഷ് ചേട്ടൻ്റെ കൂടെ ചെയ്തത് ബ്ലോഗറായിരുന്നു മുകേഷ് ചേട്ടൻ. എനിക്കൊന്ന് മുകേഷ് ചേട്ടനായിട്ട് എത്തിപ്പറ്റാൻ കുറച്ച് പാടുപെട്ടോ ചെയ്യാനായിട്ട്? ഇല്ല, മില്യൺ വ്യൂവേഴ്സ് കിട്ടിയത് അതിന് മുന്നേ ഞാൻ മോഡൽ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ തന്നെയും നമ്മുടെ ബെലൂസിയ മോഡലിംഗ് കമ്പനി രൂപേഷ് ഗിരി പുള്ളിയുടെ അടുത്ത് നിന്നാണ് ഫസ്റ്റ് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തുന്നത്. ജസ്റ്റ് വെറുതെ ഒരു ഫോട്ടോഷൂട്ടിന് പോയി ഹൈറ്റ് കണ്ടിട്ട് പുള്ളി പിടിച്ച് മോഡലാക്കി, അങ്ങനെ റാമ്പിൽ ഇറക്കി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം മുന്നേയുള്ള ഓണത്തിനാണ് ഫസ്റ്റ് വീഡിയോ വന്നിട്ട് 1 മില്യൺ, ആദ്യമായിട്ട് 1 മില്യൺ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നത്. പിന്നെ ഞങ്ങളത് നമ്മുടെ കോവളത്ത് വെച്ചിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര സെലിബ്രേഷൻ. പിന്നെ അങ്ങോട്ട് 1 മില്യൺ 2 മില്യണൊക്കെ ഒരുപാട് വന്നു. അതെ, പിന്നെ പറഞ്ഞു വന്നത് ചേട്ടനിലേക്ക് എത്തിപ്പെട്ട, മുകേഷ് ചേട്ടനിലേക്ക് എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു തവണ വീട്ടിലിരുന്ന സമയത്ത് എനിക്ക് പുള്ളിയുടെ അടുത്ത് പുള്ളിയുടെ ആ ഒരു വേ ഓഫ് ടോക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു വല്ലാത്തൊരു റെസ്പെക്റ്റ് എന്തൊക്കെയോ ആയിരുന്നു. സോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ചാറ്റ് നോക്കിയാലേ അറിയത്തുള്ളൂ. ഞാൻ മെസ്സേജ് ചെയ്യുക, ഹായ് സാർ, ഫസ്റ്റ് മെസ്സേജ് ഹായ് സാർ, പേര് അർഷ എന്നാണ്, ട്രിവാൻഡ്രത്ത് നിന്നാണ്, സാറിൻ്റെ കൂടെ എനിക്കൊരു ഫുഡ് വ്ലോഗ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് മെസ്സേജ് ഇടുന്നു. അപ്പോൾ ചേട്ടൻ അത് കണ്ടു, എനിക്ക് തിരിച്ച് കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്തു, അങ്ങനെ സംസാരിച്ചു, നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ അയൽവാസികളാണ്. കരമന എനിക്ക് വീടുണ്ട്, ഞാൻ കരമന ഒരു 7-8 ഇയർ താമസിച്ചിട്ടുണ്ട്. എൻ്റെ വളരെ അടുത്തായിരുന്നു പുള്ളിയുടെ വീട്. കരിമോൻ കരമനയും തമ്മിലൊരു 2-3 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. ചേട്ടനാണ് അപ്പോൾ ഈ സ്ഫടികത്തിൻ്റെ ഇത് വന്നുല്ലോ, ആ ഒരു ന്യൂസ് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് സ്ഫടികം മൂവിയിലെ ഒരു സോങ് ചെയ്യാവോ, ഏഴിമല പൂഞ്ചോല ചെയ്യാവോ, റീക്രിയേറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട്, കാര്യം ഞാൻ അപ്പോഴും വീഡിയോ ചെയ്യുന്നില്ല, ഹൈദരാബാദ് നിൽക്കുകയാണ്, ഹസ്ബൻഡും ഫാമിലിയായിട്ട് ഹൈദരാബാദ് നിൽക്കുക. അപ്പോൾ വേണമോ വേണ്ടയോ എന്നൊരു ഇതിൽ നിന്ന് പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഫിഗറൊന്നും അല്ല എനിക്ക്, ആൾക്കാരെടുത്തിട്ട് അലക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് നോക്കാം, ആൾക്കാരെങ്ങനെ എടുക്കും. പക്ഷേ എടുത്തത് 1 ഹിറ്റായിട്ട് തന്നെ പോയി. ഒരുപാട് ഫിലിം ഫീൽഡിൽ നിന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചിട്ട് നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിട്ട് പോയത്. അത് എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അത് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ കുടുംബങ്ങളിൽ
അല്ലെങ്കിൽ കുടുംബത്തിൽ കയറി ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഹസ്ബൻഡ് കുട്ടികളെന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ മൊബൈലിലും ഇതൊക്കെ ചെല്ലുമ്പോൾ ഉള്ളൊരു പ്രശ്നങ്ങളിലേക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഇവിടെയുള്ള മലയാളീസ് ഫുള്ളെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമുക്കിടയിലുള്ള വളരെ കുറച്ച് ആൾക്കാരുടെ തെറ്റായ കാഴ്ചപ്പാടാണിത്. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ള പോലെ തന്നെയാണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഡൽഹിയിലും എല്ലായിടത്തും ഉള്ള ആൾക്കാർ. അപ്പോൾ ലേഡീസിൻ്റെ ബോഡി ആയിരുന്നാലും ജെൻസിൻ്റെ ബോഡി ആയിരുന്നാലും ഇമോഷൻസ് ആയിരുന്നാലും ഒരേ രീതിയിലാണ് എല്ലായിടത്തും എത്തുന്നത്. അപ്പോൾ ഈ എക്സ്പോസ് നമ്മുടെ ബോളിവുഡിൽ ഇപ്പോൾ വളരെ തിളങ്ങി നിൽക്കുന്ന ആൾക്കാർ, നമ്മുടെ ഐശ്വര്യ റായി, ഇവരൊക്കെ ഹീറോയിൻ ആവുന്നതിന് മുന്നേ 2 പീസ് ഇട്ടിട്ട് റാമ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഭംഗിയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരിക്ക്. അന്നത്തെ ഐശ്വര്യ റായിയുടെ ഫോട്ടോസ് 17-16 വയസ്സുള്ള ഐശ്വര്യ റായിയുടെ ഫോട്ടോസ് കണ്ടിട്ടില്ലേ? അപ്പോൾ അന്ന് അത് ഞാൻ പറഞ്ഞു, നമ്മുടെ ചുറ്റുപാടുള്ളവർ പറയും അയ്യ അത് ശരി, ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പറയും. ബട്ട് അങ്ങോട്ടുള്ളവരാണെങ്കിൽ എത്ര ഇവിടെ ഉള്ളവർ ആ ഫോട്ടോസ് കണ്ടാൽ എന്തെങ്കിലും പറയുമോ? അയ്യ ഐശ്വര്യ അവൾക്ക് വീട്ടിലാരും ഇല്ലേ ചോദിക്കാൻ? ചോദിക്കുമോ? തമ്മന്ന പറ്റിയോ ചോദിക്കുമോ? എന്താ ആരാ എന്താന്ന് ചോദിക്കുമോ? ഒരിക്കലും ഇല്ല. ഹർഷയെന്നല്ല, ഇവിടെ നമ്മുടെ ചുറ്റുപാടുള്ള ബോൾഡ് ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള ആൾക്കാരോട് പ്രത്യേകിച്ച് ചോദിക്കും. ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള പല ഇൻ്റർവ്യൂസിലും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ളവരുടെ തന്നെ ഇൻ്റർവ്യൂസിലും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ റീസെൻ്റ്ലി വന്നു ശരണ്യ ഷാനിയുടെ ഒരു വീഡിയോ വന്നു. പുള്ളിക്കാരിയിൽ ഇമോഷണലായിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം അവൾക്ക് വന്ന സൈബർ ആക്രമണത്തിനെ പറ്റിയാണ് അവൾ സംസാരിച്ചത്. അതെന്ന് വെച്ചാൽ അവൾ കുറച്ച് ബോൾഡ് ചെയ്ത് അവൾ മെയിൻലി എടുത്ത് പറഞ്ഞത് അവളുടെ ശരീരഭാഗത്തിനെ ചൂഷണം ചെയ്ത് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ചുറ്റുമുള്ളവരുടെ പ്രശ്നമാണത്. അതെ. പക്ഷേ എനിക്ക് വീട്ടിൽ വേറെ ഇപ്പോൾ ചോദിച്ചു എന്താ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അങ്ങനെ സീനുണ്ടോയെന്ന്. ഞാൻ ക്യാമിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു ബോൾഡ് മോഡലാണ്. എനിക്കത് കുഞ്ഞിലേ തൊട്ട് എൻ്റെ പ്രൊഫഷൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഒരു മോഡലാവുക അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത്. ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടു. അപ്പോൾ നോർമൽ ഒരു സാരി മോഡൽ അല്ലെങ്കിൽ അങ്ങനത്തെ മോഡൽസ് ഒരുപാടുണ്ട്. കയറിപ്പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം സാരി മോഡലായിരുന്നു. ഒരു നോർമൽ സാരി മാത്രം ആയിരുന്നു. നമ്മുടെ ട്രഡീഷണൽ കസവ് കരയുള്ള സാരിയിൽ ആ മോഡലായിരുന്നു ഒരു 3 വർഷം മുന്നേ. അപ്പോൾ എനിക്കൊരു റീച്ചും കിട്ടിയില്ല, എനിക്കൊരു ഷൂട്ട് വന്നിട്ടില്ല. കാരണം അത് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഡ്രസ്സ് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിലുണ്ട്, ഡ്രസ്സിൻ്റെ ഇറക്കം കുറച്ചപ്പോൾ ഷൂട്ട് കൂടി വന്ന് ഫോളോവേഴ്സ് കൂടി റിയൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് അങ്ങനെ വന്നപ്പോൾ എനിക്ക് പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്, മോഡൽ ഫോട്ടോഷൂട്ട്സ് കിട്ടുന്നുണ്ട്, വർക്ക്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ക്യാമ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നോർമൽ പഞ്ചാബി ഡ്രസ്സ് ഇട്ട് എൻ്റെ വീട്ടിലും എൻ്റെ അയൽവാസികളോടും ബന്ധുക്കളോടും ഒക്കെ ഇടപഴകുന്ന ഫാമിലിയായിട്ട് ചെയ്യുന്ന ഹസ്ബൻഡുണ്ട്, 2 കുട്ടികളുണ്ട്, ഉമ്മച്ചിയുണ്ട്, വാപ്പച്ചിയുണ്ട്. വാപ്പച്ചി മരിച്ചുപോയി, 4 വർഷമായി വാപ്പച്ചി മരിച്ചിട്ട്. ഇത് ഞാൻ പറയട്ടെ, അത് നമ്മുടെ ജോലിയാണ്. ജോലിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നത് എന്തായാലും വീട്ടിൽ അതുപോലെ അഭിനയിക്കത്തില്ല, ഒരിക്കലും ഇല്ല. ഈ നമ്മൾ ഷൂട്ടിലേക്ക് വരുന്നെങ്കിൽ 2 പീസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്ന വീഡിയോസ് കുറേ അല്ലെ ഫോട്ടോസ് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒട്ടുമിക്കതും നമ്മൾ ഈ ഇന്നോവേഴ്സ് ആയിട്ടുള്ള ബ്രാസ്, അതുപോലെ നമ്മൾ എനിക്ക് തോന്നുന്നു ഷോർട്സ് എന്ന് പറയാനോ പാൻറ്റീസ് എന്ന് പറയാനോ പറ്റില്ലല്ലേ, അത്രയും പറയാൻ ടൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ സാധാരണ നമ്മൾ ഇടുന്ന സമയത്ത് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ തന്നെ കാണിച്ചു, ഒരു കടലിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നത് ബ്രാ മാത്രം ഇട്ടിട്ട് അത് ടൈറ്റ്സ് മാത്രം ഇട്ടിട്ട് നിൽക്കുന്ന സംഭവം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സൈബർ പുള്ളിങ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സൈബർ പുള്ളിങ് ആണ് ഇങ്ങനെയുള്ളതിനൊക്കെ വരുന്നത്, പ്രത്യേകിച്ച് ലേഡീസിനും ഈ കാസ്റ്റ് ബേസ് വരുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? സൈബർ പുള്ളിങ് എന്ന് പറഞ്ഞാൽ ഒരു 100 കമൻറ്റിൽ ഒരു 5-6 കമൻറ്റ് അതിൽ മെയിൻലി വേറെ ഇവൾക്ക് എന്ത് പറ്റി അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ ഈ സൈസ് ആ കാണിച്ച ഫോട്ടോയിൽ അത്യാവശ്യം വയറുണ്ട്, കാല് സൈസ് ഉണ്ട്, അതും എനിക്ക് ഒരു 92 kg വെയിറ്റുള്ള സമയത്താണ്. അപ്പോൾ അത് കണ്ടിട്ട് ഓവർ സൈസാണ് പ്ലസ് സൈസ് ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. പ്ലസ് സൈസാണ്, ഒരു അത്യാവശ്യം വൾഗാരിറ്റി പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 100 കമൻറ്റിൽ ഒരു 5 എണ്ണം പ്രശ്നമായിരിക്കാം. അതിന് ഞാൻ നൈസാ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അതെ. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരു 2 ഡേയ്സ് ബാക്ക് നമ്മുടെ ഇപ്പോൾ ഓൺലൈൻ എടുക്കുകയാണെങ്കിൽ കൗമുദി ചാനലിൽ ഓൺലൈൻ മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂ ഒരു ലേഡി കൊടുത്തിട്ടുണ്ടായി. പേര് ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷെ അവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. എന്താ പറയുക, മുസ്ലിംസ് ബേസ് ചെയ്തിട്ടുള്ള സംസാരിക്കുന്നുണ്ട്, ജാതി ബേസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് മാത്രമല്ല കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഞാൻ ആർഷയായിട്ട് സംസാരിച്ച ഭാഷ പറഞ്ഞു അതൊക്കെ വെറും റോങ് ആണെന്നാണ് ആർഷ പറഞ്ഞത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ പറയാൻ ഞാൻ അതിനെപ്പറ്റി ആ ഇൻ്റർവ്യൂ ഫുൾ ഞാൻ കേട്ടിട്ടില്ല. ബട്ട് ഇതിൻ്റെ ട്രോള് വന്നപ്പോൾ ബൈറ്റ് പുറത്ത് വന്നതിൽ ഞാൻ കേട്ട കാര്യമാണ് എന്താ കാസ്റ്റ് മുസ്ലിം കാസ്റ്റ്. ഞാൻ മുസ്ലിമാണ് കേട്ടോ. അല്ല, ആർഷ
ജനിച്ച് കയ്യിൽ കിട്ടിയപ്പോൾ വീട്ടുകാരിട്ട പേര് അർഷ എന്നാണ്. അർഷ ജെ എ വന്നിട്ട് ജെ ഫോർ ജുബൈരിയ ബീവി, എ ഫോർ അബൂബക്കർ. ഓക്കെ. ദെൻ ഞാൻ ഈ സമുദായത്തിൽ നിന്നിട്ട് എനിക്ക് ഇതുവരെ ഞാൻ വാപ്പച്ചിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ തൊളിക്കോട്, ട്രിവാൻഡ്രം തൊളിക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഭയങ്കര മുസ്ലിംസ് ഏരിയ ഉള്ള അവിടെ ഏറ്റവും കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ ബുർഗ മാത്രമേ പർദ്ദ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനത്തെ ഏരിയയാണ് വാപ്പച്ചിയുടേത്. ഉമ്മച്ചിയുടേതാണെങ്കിലും അതുപോലെ വിതിരയിലും അതും അത്യാവശ്യം അതെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു പള്ളിയാണ്. ബട്ട് ഞാൻ ഈ കഴിഞ്ഞ പെരുന്നാളിനും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു ബീഫ് വാങ്ങിക്കാനേ. അല്ല, നബിദിനത്തിനും പോയിട്ടുണ്ടായിരുന്നു. പിള്ളേർ പള്ളിയിൽ പഠിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല, പിള്ളേർ പോവും. അപ്പോൾ മക്കളെ പിക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പോകാറുണ്ട്. ബട്ട് ആ പള്ളിയിലെ തന്നെ സെക്രട്ടറി, പ്രസിഡൻറ്റ്, ഉസ്താദന്മാരെല്ലാം ഞങ്ങളുടെ സറൗണ്ടിങ് തന്നെ താമസിക്കുന്നവരാണ്. അവർക്ക് വേണമെങ്കിൽ ഇവളിങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഫോണിൽ നോക്കിയിട്ട് ഒരു ആക്ഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർ നോക്കുമ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നാൽ അല്ലെങ്കിൽ ജംഗ്ഷനിലോ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എൻ്റെ ഡ്രസ്സിങ് വളരെ മാന്യമായിട്ടാണ്. എന്നോട് എന്നെ ഒരു റോഡിൽ വെച്ച് കണ്ടാലും ആ ചക്കര വീട്ടിൽ ചക്കരയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്നോട് വളരെ മാന്യമായിട്ട് തന്നെ അവർ സംസാരിക്കുന്നത്. ചക്കര എപ്പോൾ വന്ന് ഇവിടെ ഉണ്ടായിരുന്നോ, മീൻസ് ഹൈദരാബാദ് സെറ്റിൽഡാണ്, ഹസ്ബൻഡും കുട്ടികളായിട്ട് ഹൈദരാബാദ് സെറ്റിൽഡാണ്. അപ്പോൾ ചോദിക്കാറുണ്ട് എപ്പോൾ വന്നു എന്നൊക്കെ വളരെ മാന്യമായിട്ട് അവർ സംസാരിക്കുന്നത്. എൻ്റെ പ്രൊഫഷൻ്റെ ഇത് വെച്ചിട്ട് ഇന്ന് വരെ എനിക്ക് ഒരു അലിഗേഷനും അവിടെ വന്നിട്ടില്ല. സോ ഞാൻ ആ കാസ്റ്റ് ബേസ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മമ്മൂട്ടി സാറിനെ ഊരുവലക്കേണ്ട സമയം എന്നോ കഴിഞ്ഞു. ഒരുപാട് മൂവീസിൽ മുസ്ലിം ആക്ടർമാരും ഹീറോയിൻസും ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും എന്താ പള്ളിക്കാർ ഊരുവലക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. മുസ്ലിം സമുദായത്തിൽ നിന്നാൽ അങ്ങനെ ആവുകയും മറ്റ് സമുദായങ്ങളിൽ പോയാൽ എന്തോ ആവുന്നതാണ് വിചാരം. അതാ ചോദിക്കുന്നത്. എനിക്കും ആ ചോദ്യം ചോദിക്കട്ടെ, ഹിന്ദു സമുദായത്തിൽ പോയാൽ എന്തും ഒരു ഫാത്തിമ എന്നുള്ള പേര് ഒരു ഗീതു എന്നോ അല്ലെങ്കിൽ ഒരു സുഷമയെന്നോ ആക്കിയിട്ട് അവർക്ക് എന്തും കാണിക്കാന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ മറ്റ് കാസ്റ്റിന് എന്തോ അവർക്ക് വിലയില്ല. അത് ഞാൻ ചോദിക്കുകയാണ്. എല്ലാ കാസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള വിലയില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് എന്നോട് ഞാൻ പറഞ്ഞോ? അത് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുക. അതിന് എന്നോട് ചൂടാവുന്നത് എന്തിനാണ് ചോദിക്കുന്നത്? അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അതിന് മറുപടി പറയണം കറക്റ്റായിട്ട്. എന്നെപ്പോലുള്ള ആൾക്കാർ മറുപടി പറയാം. ഞാൻ അത്യാവശ്യം സെമി ന്യൂഡ് ഷൂട്ട് വരെ എടുക്കുന്ന ഒരു മോഡലാണ്. എനിക്കിതുവരെ എൻ്റെ സമുദായത്തിൽ നിന്നോ എൻ്റെ അയൽവാസികളുടെ ഭാഗത്തു നിന്നോ റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നോ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ അത് കാരണം ജാതി മാറാനോ പേര് മാറാനോ നാട് വിട്ടുപോകാനോ, ഞാൻ ജനിച്ച നാട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതേ തെറ്റാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ ഒരു ഇൻ്റർവ്യൂ നമ്മൾ രണ്ടുപേരും ചർച്ച ചെയ്തൊരു കാര്യമാണ്. അതിനകത്ത് ആനയുടെ പേര് സുൽത്താൻ ഇടാൻ പറ്റത്തില്ല, ആനയ്ക്ക് ഹിന്ദുവിന്റെ പേരിൽ ഇടാൻ പറ്റുള്ളൂ എന്നാണ് ആ ഇന്റർവ്യൂല് പറഞ്ഞത്. ഒരു ആനയെ വാങ്ങിച്ച് മുഹമ്മദ് ഊട്ടിന്ന് പേരിട്, എന്തായാലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം, അതൊക്കെ വെറുതെയാണ്. മനുഷ്യരാണ് പ്രശ്നം. ആ ഇന്റർവ്യൂവിന്റെ ഇടയിൽ കുറേ അധികം കോൺട്രവേഴ്സി വരുന്ന ഞാൻ റീൽസിൽ നിന്ന് കണ്ടായിരുന്നു. ആ റീൽസിനകത്ത് വന്ന ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പം അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മുസ്ലിം എന്നുള്ളതിൽ നിന്ന് ഹിന്ദുവിലേക്ക് മാറിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അപ്പോൾ ഹിന്ദുസ് അങ്ങനെ അഴിഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് നാണം മാനം എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളതാണ് ആണോ? ഉണ്ട്. ഒരു സമുദായത്തിന് മാത്രമല്ല, എല്ലാ സമുദായത്തിനും അതുണ്ട്. അപ്പോൾ ഒരു സമുദായത്തിൽ നിന്നാൽ ആ സമുദായത്തിന് നാണക്കേട് ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് അടുത്ത സമുദായത്തിലേക്ക് പോയിട്ട് പേര് മാറ്റിയിട്ട് ആ സമുദായക്കാരെയും കൂടെ ഇതാക്കി പറഞ്ഞിട്ടല്ലേ ആ ഒരു എനിക്ക് തോന്നിയത് അതാണ്. അല്ല, മാറിയത് ഓക്കെ, പുള്ളിക്കാരിക്ക് ഈ പറഞ്ഞ പുള്ളിക്കാരിയുടെ നെയിം വളരെ വ്യക്തമായിട്ട് മുസ്ലിമാണെന്ന് അറിയുന്നതാണ്. ബട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഊര് വിലക്കി കഴിഞ്ഞാൽ ഉടനെ നീ നിന്റെ പേര് മാറ്റ് എന്ന് സമുദായത്തിൽ നിന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. അങ്ങനെ മാറ്റാൻ ആരും പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ലീഗലി വരെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെ ഒരിക്കലും ആരും പറയത്തില്ല. പേര് പിന്നെ പുള്ളിക്കാരിക്ക് ഇഷ്ടമാണെങ്കിൽ പേര് മാറ്റുമ്പോൾ അതിൽ വേറൊരു ഹിന്ദുവോ എൻ്റെ നെയിം അർഷ, വീട്ടുകാർ ഉമ്മച്ചി ബാബുജിയുടെ പേരാണ്. അർഷ എന്നുള്ള പേര് ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യനിലും കോമൺ ആയിട്ട് വരുന്ന അനീഷും കോമൺ ആയിട്ട് വരുന്ന പേരുകളാണ്. സോ വേണമെങ്കിൽ കോമൺ ആയിട്ട് വരുന്നൊരു പേരിടാം. അതിൻ്റെ കൂടെ ഒരു കാസ്റ്റ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് ആ കാസ്റ്റിനെ ആ ഒരു കാസ്റ്റിനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒക്കെ ഉള്ളൊരു ഇതാണ് ചെയ്തത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പുള്ളിക്കാരി പറഞ്ഞ് ഞാനത് കുറച്ച് കണ്ടു, ഫുള്ളും ഞാൻ കണ്ടില്ല. അതിൽ പിന്നെ പുള്ളിക്കാരി സ്ട്രഗിൾ ചെയ്ത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡും വൈഫും കൂടെ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കത്തിനും ഞാനും ഷൂട്ട് എടുക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് എതിരായിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. എൻ്റെ അക്കൗണ്ടിലും സ്റ്റോറി ഒരു ആപ്പ് വരുന്നുണ്ടല്ലോ, ഒരു ലിങ്ക് വരുന്നുണ്ടല്ലോ. എൻ്റെ ലിങ്ക് അല്ല, ഞാൻ ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. ആ
ലിങ്കിൽ ലക്ഷ്മി എന്ന ആളിൻ്റെ നെയിം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കൊച്ചിൻ്റെ ഒരു കാലിക്കറ്റുള്ള ഒരാളിൻ്റെ ലിങ്ക് ഞാൻ ഇടയ്ക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യാറ്, സ്റ്റോറി ഇടാറുണ്ട്. ഞാൻ പ്രൊമോട്ടാണ് ചെയ്യുന്നത്, എൻ്റെ ജോലി പ്രൊമോഷനാണ്, എനിക്കതിന് കാശ് കിട്ടുന്നുണ്ട്. സോ ഇപ്പോൾ എത്ര ദരിദ്രം അനുഭവിച്ചിരുന്നാലും ഉടനെ ചെന്ന് ഇപ്പം ഞാൻ ഇതുവരെ ഈ ബ്ലൂ ഫിലിം ടൈപ്പ് ഷൂട്ട് ചെയ്തിട്ടില്ല. ഫുൾ ബോഡി ഓപ്പൺ ചെയ്ത് എക്സ്പോസ് ചെയ്ത് അത്രയും വൾഗാരിറ്റി ആയിട്ട് ലേഡീസിൻ്റെ ബോഡീനെ എക്സ്പോസ് ചെയ്ത് ഞാൻ കാണിച്ചില്ല. ഞാൻ പോൺ വീഡിയോസ് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. പോൺ വീഡിയോ ഇല്ല, ഫോട്ടോഷൂട്ട്സ് ആയിരുന്നാലും ബൗഡിയർ എന്ന് പറയുന്ന സാധനം ഞാൻ ചെയ്തിട്ടില്ല. നോർമൽ ഇത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം. ഞാൻ നിങ്ങൾക്ക് നിങ്ങളൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. പക്ഷേ അത് എനിക്ക് നിങ്ങൾ അറിയാതെ എടുത്തിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് കാണിക്കാം. അത് ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോഷൂട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇതൊരു സാരിയിൽ വന്നൊരു ഫോട്ടോഷൂട്ടാണ്. ഈ സാരിയിൽ വന്നൊരു ഫോട്ടോഷൂട്ട് സാരി പൊക്കി കൊടുക്കാൻ ഉള്ളൊരു കോൺസെപ്റ്റ്. അത് വന്നിട്ടുള്ള കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടത് ഇത് 16 കോടി ആൾക്കാർ കണ്ടതൊക്കെ അതിൽ 16 കോടി ആൾക്കാർ കണ്ട വീഡിയോ ആണത്. അതെ. അപ്പോൾ ആ ടാറ്റു കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സാരി ബുക്ക് ചെയ്തത്? അത് സത്യം പറഞ്ഞാൽ ഒരു ഷൂട്ട് വേണം എന്ന് വെച്ചിട്ട് ഞങ്ങൾ ബ്രൈഡൽ ഫോട്ടോ ഈ ടാറ്റു ചെയ്തത് തന്നെ ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ല. അതിൻ്റെ 2 ദിവസം മുന്നേ ചാമീസ് ടാറ്റു സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൊളാബ് കൊടുക്കണമായിരുന്നു. ആ സാധനം ചെയ്തിട്ട് ഇത് പെട്ടെന്ന് തേച്ച് വരച്ചിട്ട് പോകുന്നില്ല. തൊട്ടടുത്ത ദിവസം എനിക്ക് ബ്രൈഡ് ഉണ്ട്. സോ ബ്രൈഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം പുഞ്ചഗിരി ഭാഗത്തായിരുന്നു ഷൂട്ട്, ചതുപ്പ് മാതിരിയുണ്ട് ഏരിയ. അപ്പോൾ ഞാൻ വെറുതെ അത്രയും ആൾക്കാർ ലേഡീസ് ഉണ്ട്. എന്നെ മേക്കപ്പ് ചെയ്ത നീതു ശിവൻ അവളുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് അത്യാവശ്യം കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ ഇത് ഷൂട്ട് കാണാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്ന് ആൾക്കാർ, ഇവരെയൊക്കെ കാണിക്കാൻ ജസ്റ്റ് ഫണ്ണോണം ഞാൻ ഇങ്ങനെ പൊക്കുന്നതിന് പകരം ഇങ്ങനെ മടത്തെടുത്തിട്ട് നടന്നു പോകുമ്പോൾ മൂക്കുത്തി ഒട്ടിച്ചതാണ്. കുത്തി വെച്ചിരി പൊങ്ങിപ്പോയി ഇല്ല. എന്തായാലും ഞാൻ 2 പീസ് മോഡലല്ലേ, അപ്പോൾ എനിക്ക് ഇച്ചിരി കണ്ടാലും അത് വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ വെറുതെ ക്യാമറാമാൻ അത് എടുത്തതാണ്. പിന്നീട് എനിക്ക് എഡിറ്റ് ചെയ്ത് കാണിച്ചു തന്നു. ഞാൻ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സോങ് ഇടാണ്ട് ലൈവ് ഇട്ടോളൂ, പ്രശ്നമില്ല. അതിങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അത് വൈറലായി. എങ്കിൽ പോലും എന്നിട്ടും അർഷയ്ക്ക് കുറച്ചധികം ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക കോൺവെർസേഷൻ വരുമ്പോഴും കുറേ ആൾക്കാരുടെ പേരുദോഷങ്ങൾ, കുറേ ആൾക്കാർ പറയും ആർഷ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ആർഷയ്ക്ക് പക്ക പറഞ്ഞ പോക്ക് കേസ് എന്ന് വരെ ഉള്ള കമൻസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് എത്ര രൂപ എന്ന് പറയുന്ന കമൻസ് വരെ ഞാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താ പറയാനുള്ള കാര്യം? അങ്ങനെ ആർക്കെങ്കിലും ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് പച്ചയ്ക്ക് ചോദിക്കാം, അങ്ങനെ പോയിട്ടുണ്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ട്? നീ ചോദിച്ചു വെച്ചത് എവിടെ പോണു? അല്ല, ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ആ കമൻസിൽ വരുന്ന കാര്യങ്ങളാണ്, എൻ്റെ കാര്യങ്ങളല്ല. അപ്പോൾ എനിക്ക് ചോദിക്കാറില്ല. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഞാൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് 3 വർഷം കഴിയുന്നു. ഇന്ന് വരെ ഞാൻ ഈ ചിരിച്ചിട്ടല്ലാണ്ട് ഞാൻ ആരുടെ സംസാരിച്ചിട്ടില്ല. ഓക്കെ, അതിനാ നിനക്ക് അവൻ്റെ നിന്ന് കിട്ടിയത്. ചീത്തവിളി കിട്ടിയല്ലോ ഒരുത്തൻ്റെ 2 ദിവസം മുന്നേ. അവനത് പൊട്ടൻ, അവൻ എന്നെ പൊട്ടാന്ന് വിളിച്ചാൽ അവൻ തന്തയ്ക്ക് വിളിച്ചു, അത്രേ ഉള്ളൂ. അത് അവിടെ തീർന്നു. ഞാൻ ആർഷയെടുത്ത് ചോദിച്ചത് വന്ന മെസ്സേജിനെ കുറിച്ച്, ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല. ഓരോരുത്തർ ഇട്ട മെസ്സേജിനെ കുറിച്ചാണ് ചോദിച്ചത്. എത്ര രൂപയാണ് നിന്റെ ഒരു ദിവസം ചാർജ് എന്നാണ് ചോദിച്ചത്. അത് കമന്റ്സ് കണ്ടിട്ടുണ്ടല്ലോ. ആ കമന്റിന് ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോയിട്ടില്ല. കാരണം കമന്റിന് റിപ്ലൈ കൊടുക്കാണ്ട് ഞാൻ മറ്റേ ആസ്ക് മീ ക്വസ്റ്റ്യൻ വരത്തില്ലേ, ആ സാധനത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഞാൻ അതിനെ ആളിൻ്റെ അക്കൗണ്ട് സഹിത സ്ക്രീൻഷോട്ട്, ഇതിൽ മിക്ക പേരുടെ ഫാമിലി ഫോട്ടോസ് വരെ ഉണ്ടാവും അക്കൗണ്ടിൽ, ഞാൻ അതുവരെ എടുത്ത് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ റിപ്ലൈ ഞാൻ ലൈവ് വീഡിയോ ആയിട്ട് ഞാൻ നിൻ്റെയോ, ഇപ്പം ഇയാൾ ചോദിക്കുമ്പോൾ ഇയാളോട് തന്നെ ഞാൻ എൻ്റെ റിപ്ലൈ പറയും. നിൻ്റെയോ നിൻ്റെ വീട്ടുകാരുടെ, നിൻ്റെ വീട്ടിലുള്ള ഏതെങ്കിലും ആണുങ്ങളുടെയോ നിൻ്റെ ചുറ്റുപാടുള്ള ഫ്രണ്ട്സിൻ്റെയോ ഏവൻ്റെയെങ്കിലും കൂടെ ഇങ്ങനെ ക്യാഷ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം നേടിത്തരാമെന്ന് പറഞ്ഞിട്ടോ പോയതായിട്ടോ സംസാരിച്ചതായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. വെറുതെ വാഗുണ്ടായാലും എൻ്റെ മുമ്പിൽ പറയുക, എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ടിൽ പറയുക. അന്ന് ഞാൻ ഈ പരിപാടി വെച്ച് ചേർത്തും. ഈ മെസ്സേജ് ഇട്ടവർ തന്നെ ചോദിക്കണത് കാര്യം എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു ലേഡി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോഴേ ചോദിക്കേണ്ടത് നിൻ്റെ റേറ്റ് എത്രയാണെന്നല്ല, നിൻ്റെ വീട്ടിലിരിക്കുന്ന നീ മെസ്സേജ് ഇട്ടവന്മാർത്താണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ലേഡി അവരുടെ പാഷൻ കൊണ്ടാണ് അറിയുന്നത്, അല്ലാതെ അവരുടെ എന്താ പറയുക, എനിക്ക് എൻ്റെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ മറ്റ് പ്രൈവറ്റ് പാർട്സ് കാണിക്കാൻ വേണ്ടി ആക്രാന്തം പിടിച്ച് കിടക്കുന്ന ലേഡിയൊന്നും അല്ല. അവരവരുടെ കുട്ടിക്കാലം തൊട്ട് ഒരു മോഡലിംഗ് ഇഷ്ടപ്പെട്ട ഒരാളാണ് അല്ലേ. പിന്നെ സൈസ് എത്ര എന്നൊന്നും ചോദിക്കുന്നവരോട് ഞാൻ ഒന്നും പറയത്തില്ല. കാരണം ചോദിക്കാറുണ്ടോ? അതും കമൻറ്റിലൊക്കെ വന്ന്, കമൻറ്റിലല്ല ഈ ആസ്ക് മീ ക്വസ്റ്റ്യനിൽ. അതെ. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ചതാണ്. അത് മാത്രമല്ല അവർ എന്നോടത് ചോദിക്കാനുള്ള ഒരു പർദ്ദയിട്ട് ഫുള്ള് മൂടി മറച്ച് നടന്ന, അല്ലെങ്കിൽ സാരി ഉടുത്ത് ഫുള്ള് കവർ ചെയ്ത് നടന്ന ഒരു സ്ത്രീയോട് ഒരിക്കലും ആ ചോദ്യം ചോദിക്കില്ല. ചോദിക്കും, റയറായിട്ട് ചോദിക്കുകയൊക്കെ ചെയ്യും. സ്ത്രീയാണോ ചോദിച്ചിരി ഉറപ്പാണ്. അത്
ഇങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ. ഞാൻ ചോദിക്കട്ടെ ഹർഷ, ഭാഷയെടുത്ത് അങ്ങനെ ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. കാര്യം അങ്ങനെ ഫോട്ടോഷൂട്ട് അതാ അതുകൊണ്ട് തന്നെ എന്നോടത് ചോദിച്ചത് ഞാൻ അത്രയും ബോൾഡ് ഷൂട്ട്സ് ചെയ്തതുകൊണ്ടാണ്. സോ അങ്ങനെയുള്ള ചോദ്യം ചോദിച്ചവരോട് എനിക്ക് വഴക്കിടാനൊന്നും പറ്റില്ല. സൈസ് പറഞ്ഞു. സൈസ് ചോദിച്ചവരോട് സൈസ് അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു ഇനി സൈസ് ഒന്നും ചോദിച്ചാലും മെസ്സേജ് ഇടല്, ഇത്രയാണ് സൈസ്. എത്ര? ഓ അത് ഞാനല്ല. അല്ല അതിപ്പോൾ ഞാൻ ഇവിടെ നീ ഒരു കാര്യം ചെയ്യും, ഷൂട്ട് സെറ്റ് ചെയ്തിട്ട് ഷൂട്ടിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഇത് വെച്ചിട്ട് കോസ്റ്റ്യൂമിൻ്റെ മെഷർമെൻറ്റ് കൊണ്ട് അപ്പോൾ ഞാൻ ഓരോ പാർട്ടിൻ്റെ കാരണം അപ്പോൾ നമ്മൾ സൈസ് കൊടുത്തല്ലേ പറ്റൂ. ഓക്കെ, അത് ഓക്കെ. അപ്പം ഈ ചില ആൾക്കാർ ഞാൻ ഫോട്ടോസ് ഇട്ടപ്പോൾ ചോദിച്ചു ഈ ലേഡി ആണോ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നു. ലേഡി അല്ലാണ്ട് പിന്നെ ഞാൻ ആ ഒരു ഇതിന് ജെൻഡറിനെ എടുത്ത് പറയുന്നില്ല, അല്ല നോർമലി വന്നതാണ്. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ലേഡി അല്ല എന്തോ ട്രാൻസ്ജെൻഡർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഏതോ ഒരു കമൻറ്റിൽ ഞാൻ കണ്ടായിരുന്നു ട്രാൻസ് ആണോ എന്ന് വെച്ചിട്ട്. ഞാൻ 5.6 ഉണ്ട് ഹൈറ്റ്, പിന്നെ ഇപ്പോൾ നല്ല സൈസ് കയറി നിൽക്കുകയാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം. ഞാൻ നല്ല ഒന്നാം തരം പെൺകൊച്ചാട്ടാ. 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളാണ്. ശരി, അപ്പം നമുക്ക് വേറെ ചോദ്യം ചോദിക്കാം. നേരത്തെ പറഞ്ഞല്ലോ തന്നെ ആ ഒരു മുസ്ലിം സമുദായം എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അത്രയും ഈ പറഞ്ഞ പോലെ ഓർത്തഡോക്സ് ആണ്. അപ്പോൾ ആ സമുദായത്തിലുള്ള പെൺകുട്ടി ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ സാധാരണ പള്ളിയിൽ നിന്നൊക്കെ പുറത്താക്കാറുണ്ട്, സമൂഹം തന്നെ നമ്മൾ കുറച്ച് അകത്തി നിർത്താറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ? എന്നെ ഒരു പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ടോ ഒന്നുമില്ല. ഇനി എൻ്റെ വീടിൻ്റെ വളരെ ഒരു 1.5 കിലോമീറ്ററിനുള്ളിലാണ് പള്ളി വരുന്നത്. എല്ലാ ശനിയും ഞായറും ഞാൻ നാട്ടിലുള്ളപ്പോൾ എല്ലാ ശനിയും ഞായറും പള്ളിയുടെ മദ്രസയിൽ ഞാൻ പോകാറുണ്ട് പിള്ളേരെ കൊണ്ടുവിടാനായിട്ട്. അപ്പോൾ വലിയ ഉസ്താദിനെ മിക്കവരെ ഞാൻ അവിടെ കാണാറുണ്ട്. പക്ഷെ ആരും ഇന്ന് വരെ എന്നോട് എന്നെ മാറ്റി നിർത്തുകയോ എന്നോട് മോശമായിട്ട് സംസാരിക്കുകയോ എനിക്ക് വിഷമം തോന്നുന്ന രീതിയിൽ എന്നോട് പ്രതികരിക്കാനോ നിന്നിട്ടില്ല. കാരണം എൻ്റെ പ്രൊഫഷൻ ഞാൻ ചെയ്യുന്നു. അപ്പോൾ പ്രൊഫഷനും പേഴ്സണലും കൂടെ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രൊഫഷണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ഇതാണ്, ഞാനത് ചെയ്യുന്നു. ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കും എത്രയും രൂക്ഷമായിട്ട് ഭയങ്കര ദേഷ്യത്തോടുള്ള സംസാരം. നീ കുറച്ച് നേരത്തെ എന്നോട് ചൊറിയാൻ തുടങ്ങിയില്ലേ, അതിനുശേഷമേ ഞാൻ മാറിയുള്ളൂ. അല്ല, ഞാൻ ആദ്യം നിനക്ക് അത്യാവശ്യം നല്ല റെസ്പെക്റ്റ് തന്നാണ് നിന്നത്. റെസ്പെക്റ്റ് എന്നല്ല, ഒരു ഫ്രണ്ട്ലി ടോക്കായിട്ടാണ് നിന്നത്. വളരെ ചിരിച്ചു ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞ് ഈ 3 വർഷത്തിൽ എന്നെ ദേഷ്യപ്പെട്ട അധികാരം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നീ കുറേ സമയമായിട്ട് എന്നെ ചൊറിയാൻ തുടങ്ങി. ചൊറിഞ്ഞത് എന്താ നീ തന്നെ ഒന്ന് നോക്ക്, അല്ലെങ്കിൽ ക്യാമ റിവൈൻഡ് ചെയ്ത് നോക്ക്. അത് വേറെ ആരുടെങ്കിലും ചൊറിയും, നീ എന്നോട് ചൊറിയത്തില്ല. ഞാൻ റെസ്പെക്ട് എടുത്ത് പെൺകുട്ടികളെടുത്തും സ്ത്രീകളോടും റെസ്പെക്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കാറുള്ളത്. നിങ്ങളുടെ ഓരോ പിന്നെ ഇതിനകത്ത് ഇൻസ്റ്റയിലും അത് മാത്രമല്ല പിന്നെ യൂട്യൂബിലൊക്കെ നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ ഫോട്ടോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഓരോ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻസർ നിങ്ങളുടെ വായന വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കോപ്പറേറ്റ് ചെയ്തല്ലേ ഇത്ര നേരം സംസാരിച്ചേ. ഓക്കെ, അത്രേ ഉള്ളൂ, ചൂടാവേണ്ട കാര്യമില്ല. എടോ, ഞാൻ മനുഷ്യനാണ്, വേറെ റോബോട്ടല്ല, കല്ലല്ല, ഒന്നുമല്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാനും എന്ത് പറഞ്ഞാലും അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മാക്സിമം ഇരിക്കും. ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം പോകത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ബാക്ക് ടു ക്വസ്റ്റ്യൻ. നമ്മുടെ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ, അതായത് കൗമുദി ചാനലിൽ ആ ഓൺലൈൻ മീഡിയയിൽ പോയ ആ ഇൻ്റർവ്യൂവിൽ ചാനൽ എടുത്ത് പറയുന്നുണ്ട്, സോറി, അപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഓരോ റീൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് കണ്ടിട്ടുണ്ടായിരിക്കാം. അതിനകത്ത് വീണ്ടും ആ പറയുന്ന ഒരു പരാമർശം ആ റീൽസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, സമുദായങ്ങൾ മാറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു അത് സമൂഹത്തിൽ അത്യാവശ്യം പ്രശ്നം ഉണ്ടായി. ആ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ കുറച്ച് സീനായി എന്ന് തോന്നുന്നു, ആ സംസാരിച്ച കാര്യങ്ങൾ. വളരെ ഞാൻ എതിർത്ത് തന്നെ പറയത്തുള്ളൂ. കാരണം ഞാൻ അത് റോങ് ആയിട്ട് തന്നെ പറയുന്നു. പുള്ളിക്കാരി പറഞ്ഞതെല്ലാം റോങ്. കാരണം ഞാനും സെയിം കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എത്ര പേരെ എങ്കിൽ മതത്തിൽ നിന്ന് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് പോൺ വീഡിയോ ചെയ്തല്ല വൈറലാവേണ്ടത്, അല്ലെങ്കിൽ കാശുണ്ടാക്കേണ്ടത്. പോൺ ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നു, പറയപ്പെടുന്നു. ന്യൂഡ് വീഡിയോസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഞാനും ഇതുവരെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. പറയുന്നു അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം. ഇപ്പം ഞാൻ 2 പീസ് വരെ ചെയ്യുന്നുണ്ട്. 2 പീസ് ചെയ്യുന്ന ഞാൻ ഒരുപാട് മോഡൽസ് ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടമാണ്. എനിക്ക് 2 പീസ് മോഡൽ കവർ ഫോട്ടോ വരത്തില്ലേ, നമ്മുടെ ബ്രായിൻ്റെ ഇന്നറിൻ്റെ കവർ ഫോട്ടോ വരുത്താൻ എനിക്കിഷ്ടമായിരുന്നു. ബട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു തവണ എന്തോ കിട്ടിയിട്ടുള്ളൂ. അന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് ബ്ലോസം ബ്രാൻഡിന്. അപ്പർ ബോഡി ബ്രാ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ കല്യാണം 3 ഇയർ ആയിട്ടുള്ളൂ ഞാൻ ഫീൽഡ് വന്നിട്ട്. ഹസ്ബൻഡ് അന്നും ഇന്നും ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലാതെ പഠിച്ചോ സഹായിച്ചു പോകുന്നുണ്ട്.
നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ വരുമ്പോൾ കാര്യം ചില എനിക്കൊന്ന് ഫോട്ടോഷൂട്ടാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് അല്ലേ. സിനിമ സീരിയലൊന്നും അങ്ങനെ അധികം ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാം ഒരു കല തന്നെയാണ്. പക്ഷേ ഈ ഫോട്ടോഷൂട്ടിന് പോകുമ്പം ഞാൻ ഒരു 2-3 മെസ്സേജ് കണ്ടതാണ്. എക്സ്ട്രാ ബോണസ് ആണ് ആർഷയെ വിളിച്ചതെന്നുള്ളതാണ് പറയുന്നത്. എക്സ്ട്രാ ബോണസ് മനസ്സിലായില്ല. ഷൂട്ടും നടക്കും, എക്സ്ട്രാ ബോണസ് നടക്കും എന്നാണ് പറയുന്നത്. എക്സ്ട്രാ ബോണസ് എന്ന് വെച്ചാൽ അതിന് കാര്യം പറയും. എക്സ്ട്രാ ഞാൻ കണ്ടൊരു മെസ്സേജാണ് ഞാൻ പറയുന്നത്. എവിടെ കണ്ടു മെസ്സേജ്? എത്രയോ മെസ്സേജാണ്. ഇപ്പോൾ ആ 16 മില്യൺ പോയതിനകത്ത് ഇനി എവിടെ നിന്ന് ഞാൻ മെസ്സേജ് എടുത്ത് കാണിക്കാൻ പറ്റും? അതിനകത്ത് കണ്ടൊരു കാര്യമാണ്. അതിനകത്ത് തന്നെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് എക്സ്ട്രാ ബോണസ് എന്ന് കണ്ടു. അതെന്താണ് എക്സ്ട്രാ ബോണസിന്റെ മീനിങ് നീ പറയും? ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. ഇനി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യും. അത് അങ്ങനെ പോയിട്ടുണ്ട്. അത് മീൻസ് അതായത് ആൽബം ഷൂട്ടിന് പോകുമ്പോൾ അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നിന്റെ വിചാരം നീ കുറേ സമയമായിട്ട് ഈ രീതി പറഞ്ഞ് ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ നിന്റെ അടുത്ത് ചൂടായി വന്നത് ഈ ഒരു മാറ്റർ പറഞ്ഞിട്ടാണ്. ഈ വരുന്ന ബോൾഡ് ചെയ്യുന്ന എല്ലാ മോഡൽസും നിന്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ ആയിരിക്കും. എന്റെ കാഴ്ചപ്പാട് പിന്നെ ഇങ്ങനെ ഒരു കമന്റ് കണ്ടു എന്ന് വെച്ചിട്ട് ഉടനെ അങ്ങനെ ആവുമോ? നിങ്ങളുടെ എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്റർവ്യൂവിനോ പലതും പഠിച്ചിട്ടായിരിക്കും വരുന്നത്. ഞാൻ പലതും നോക്കിയിട്ട് ഈ 16 കോടി വ്യൂവേഴ്സ് വന്ന അതിലുള്ള 16K നെഗറ്റീവ്സ് മാത്രമേ ഞാൻ നോക്കുള്ളൂ. നെഗറ്റീവ്സ് മാത്രം മേലെ അങ്ങ് വെച്ചിരിക്കുകയാണ്. നിന്റെ നോക്കുന്ന നീയും നിന്നെ പോലുള്ളവർ നോക്കുന്ന കാഴ്ചപ്പാടുകൾ റോങ് ആയിട്ടാണ്. ഞാനിതുവരെ നീനൊന്നും വിളിച്ചിട്ടില്ല. അല്ല, നീ ലേഡീസിനെ വളരെ ബോൾഡ് ചെയ്യുന്ന ലേഡീസിനെ വളരെ മോശമായിട്ട് അപ്പൊ ആർഷേനെ മാത്രം അങ്ങ് ആർഷയുടെ തലേ കയറാമോ? എനിക്ക് താല്പര്യമില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ സംസാരിക്കുന്ന രീതി വളരെ റോങ് ആണ്. 2-3 തവണയാ ഇതിപ്പോ. കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് എന്തിനാ ഇത്ര വൈബ്രന്റ് ആണ്? ഞാനാണോ ചോദിച്ചത്? അത് ഓരോ മെസ്സേജ് കണ്ട് നമ്മൾ ചിലപ്പോൾ ചോദിക്കും. അല്ല, അതിൽ എത്രയോ നല്ല കമന്റ്സ് ഉണ്ട്. അതിൽ ഒരുപാട് നല്ല കമന്റ്സുകളുണ്ട്. വീഡിയോ എടുക്ക്. ബ്രോ, ഞാൻ എന്തിനാണ് ആ നല്ല കമന്റ്സ് നോക്കുന്നത്? എനിക്ക് ആ ഇന്റർവ്യൂ എടുക്കുമ്പോൾ നല്ല കമന്റ്സ് പറയാനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരാളെ എത്രത്തോളം മോശക്കാരിയാക്കും അങ്ങനെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ടാണോ? ഞാനല്ല. എടോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 കമന്റ് വരുമ്പോൾ അതിൽ ഒരെണ്ണം പ്രശ്നമുള്ളതായിരിക്കും. അതെന്തിനു ചോദിക്കുന്നത്? ബാക്കി 9 എന്ത് ചോദിക്കാത്ത? കാണുന്നുണ്ട്. കാണുന്ന എല്ലാത്തിനും കയറി റിയാക്ട് ചെയ്യണമോ? റിപ്ലൈ കൊടുത്തെങ്കിൽ അത് കാണത്തില്ലേ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് എക്സ്ട്രാ ബോണസ് വെച്ചിട്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടാവാം. ഉണ്ട്. ആ ഷൂട്ടേ ക്യാൻസൽ ചെയ്യും. ഇൻട്രസ്റ്റ് ഇല്ല പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യും. നീ ഫസ്റ്റ് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞേ? വളരെ മാന്യമായിട്ട് എന്നോട് ഇന്നലെ വിളിച്ചു ഇന്റർവ്യൂ ചെയ്യാൻ. എനിക്ക് ആരാ എന്താന്ന് പോലും അറിയത്തില്ല. ഇല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് എന്നല്ല. ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചാലും നല്ല അത്യാവശ്യം ഒരു നോർമൽ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നീ എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്തോ ഇയാൾ ഷോ കാണിക്കുകയാണോ ഇപ്പോൾ? ഞാൻ ആദ്യം മാനം മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിച്ചോണ്ടായിരുന്നേ. എന്നിട്ട് റോങ് ആയി തുടങ്ങി ആരാ? ഇയാള് തന്നെയാണ്. ഞാൻ എന്താ റോങ് ആയി? പിന്നെ ഒരു ലേഡീനെ അത്രയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണം? പിന്നെ ഇൻഡയറക്ട്ലി മോശമായിട്ടല്ലേ പറഞ്ഞേ? മോശമായിട്ട് നിങ്ങളുടെ ആൾക്കാരല്ലേ? അതെ, ഇതെല്ലാം നിങ്ങളുടെ ആൾക്കാർ തന്നെയല്ലേ? ഇവിടെ ഉള്ള ആരൊക്കെ ഉണ്ട്? ഇതെല്ലാം നിങ്ങളുടെ ഏരിയ ആണ്, നിങ്ങളുടെ ആൾക്കാരാണ്, ഒക്കെയാണ്. പിന്നെ എന്താ പറയണം? നിങ്ങളുടെ മനസ്സിൽ കാണുമല്ലോ ഞാൻ എന്താ ചോദിച്ചത്. ഇല്ല, ക്വസ്റ്റ്യന്റെ റിപ്ലൈ വേണമെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കണം. അത് തന്നെ ചോദിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. നീ എന്തുവാടാ ഈ ചോദിക്കുന്നേ? എടാ പോടാന്നൊക്കെ നോക്കി എടയെന്നാണ് വിളിച്ചത്. നീ ഇന്ന് നോക്കിക്കൊണ്ട് വിളിക്കണം, മനസ്സിലായല്ലോ? ഇത് ഞാൻ എണീക്കുവാ. എനിക്ക് ഇതിന് ഞാൻ ചാടിച്ച് കയറി തരും. ഞാൻ കാണും. നല്ലത് കിട്ടിയിട്ടേ പോകത്തുള്ളൂ. എനിക്ക് ചിരിച്ചോണ്ട് അടിക്കുന്ന ആദ്യമായിട്ടാണ്. ചിരിച്ചോണ്ട് അടിക്കുന്ന ലേഡി ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഈ 3 ഇയറിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഇത്രയും വയലന്റ് ആവാതെ അല്ലല്ല. ഒരു മിനിറ്റ് ഇവിടെ വായോ. ഒരു മിനിറ്റ് ചേട്ടാ, ഞാൻ റോങ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു സംസാരിച്ചില്ലല്ലോ? ഉണ്ടോ? അവരെന്തോ പറയുന്നുണ്ടോ? ഇവിടെ വരുമോ? ഒന്ന് വരുമോ? ഇങ്ങ് വാ. അല്ല, ഇയാൾ ഇത്രയും ഷോ കാണിക്കാൻ ഇത്ര വലിയ മറ്റേ മഞ്ജു വാര്യരോ കാവ്യമാധനൊന്നും അല്ലല്ലോ, ആണോ? ഇത്ര ഷോ കാണിക്കാൻ ഒന്ന് ഇത്രയും പ്രാങ്ക് എന്ന് പറയുന്ന സാധനം നിനക്ക് മാത്രമല്ല എനിക്കും ചെയ്യാം. ആര് പ്രാങ്ക്? പോട്ട് സാരമില്ല, നീ അത്യാവശ്യം പേടിച്ചില്ല. പോട്ട് അല്ല, ഞാൻ പേടിച്ചല്ല. അത്യാവശ്യം വയലന്റ് നീ എന്നൊക്കെ വിളിക്കുമ്പോഴേ അത് ഞാൻ ഇങ്ങനെ
ഞാൻ വെറുതെ ഒന്ന് പ്രാങ്ക് ചെയ്താ, അല്ല ആരാ പറഞ്ഞത്? ചുമ്മാ എനിക്ക് തോന്നി. എന്നെ പ്രാങ്ക് ചെയ്താൽ ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. ഓ ഇനി തിരിച്ച് ദേഷ്യപ്പെട്ട് പ്രാങ്ക് ഇട്. ഇല്ല 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 ഇല്ല, സോറി, ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തൊന്നുമല്ല. കാര്യം പുള്ളിക്കാരി ആദ്യം തൊട്ടേ വയലൻ്റായിട്ട് സംസാരിച്ചോണ്ടിരുന്നത്. എനിക്ക് സംഭവം ഒന്നും പിടിയിട്ടില്ല. ഇതിനുള്ള പോക്കായിരുന്നല്ലേ? ഓക്കെ, ലീവ് ഇറ്റ്. എങ്ങനെയാ അങ്ങനെ ചോദിക്കാറുണ്ടോ? അത് എങ്ങനെയാ വെച്ചാൽ ഫോൺ വിളിച്ചിട്ട് മറ്റേ ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചതിന് ശേഷം ഒരു അത്യാവശ്യം എക്സ്പോസ് ഷൂട്ടാണ് എന്നൊക്കെ കോസ്റ്റ്യൂം ചോദിക്കുമ്പോൾ കോസ്റ്റ്യൂം അധികം വൾഗറായിരിക്കത്തില്ല. ഞാൻ ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചെറുതായിട്ട് ക്ലീവേജ് എക്സ്പോസ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാൻ ഓക്കെ ചെയ്യാമെന്ന് പിന്നെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ട്രിവാൻഡ്രം വരും എന്നറിഞ്ഞാൽ ഞാൻ പറയുമല്ലോ, ഓക്കെ ഞാൻ ഹൈദരാബാദാണ്, ട്രിവാൻഡ്രം വരും, ഇന്ന ദിവസം വരും. നമുക്ക് വർക്കല സൈഡ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടുണ്ട്, ഹോട്ടലുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ വർക്കലയാണ് എടുക്കുന്നത് കേട്ടോ. വർക്കല, കോവളം അധികം എടുക്കത്തില്ല, വർക്കല പൂവാറ് ആണ് കൂടുതൽ എടുക്കുന്നത്. വർക്കല ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് ബിയറൊക്കെ എടുത്തൊന്ന് ചില്ലാവാം. ഇങ്ങനെയൊക്കെ ഒറ്റയടിക്ക് എൻ്റെ കൂടെ ഉണ്ടാവുമോ അങ്ങനെയല്ല ചോദിക്കുന്നത്. നമുക്ക് ബിയറൊക്കെ എടുത്തൊന്ന് ചില്ലാവാം, നെക്സ്റ്റ് ഡേ പോയാൽ മതി, ഞാനും ഉണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ അടിച്ച് എന്നിട്ട് അതായിരിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങ്, അതും എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ഷൂട്ട് കണ്ടിട്ടായിരിക്കാം മേ ബി. അതെ, അപ്പം ഞാൻ ആ കോൾ അവിടെ അങ്ങ് ക്ലോസ് ചെയ്യാറുണ്ട്. പിന്നീട് അധികം അങ്ങനെ അപ്പോൾ അവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മളുടെ ഈ ഫോട്ടോഷൂട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആർഷയെ വിളിക്കുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, പുള്ളിക്കാരി ബോൾഡാണ്, ക്ലീവേജ് കാണിക്കുക, അതൊക്കെ കാണിക്കും. പക്ഷേ പുള്ളിക്കാരി ഒരു സ്ത്രീയാണ്, പുള്ളിക്കാരിക്ക് ഒരു ചാരിത്ര്യമുണ്ട് അല്ലേ, ഒരു മനസ്സുണ്ട്, ഒരു അമ്മയാണ്. എൻ്റെ മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഞാൻ ജെൻഡർ നോക്കാതെ സംസാരിക്കും. ആണോ പെണ്ണോ ട്രാൻസോ ഒന്നും നോക്കത്തില്ല. ഞാൻ എല്ലാവരോടും അതേപോലെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റാണ് കാണുന്നത്, വന്ന് കണ്ടു വെച്ച് കഴിഞ്ഞപ്പോൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ എങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് നിന്നിട്ടാണ് ഞാൻ അവിടെ, കാരണം എനിക്ക് ചിരിച്ചിട്ട് വയ്യ. ഞാൻ അങ്ങനെ നമ്മുടെ ക്യാമറ എടുക്കുന്ന ഇപ്പം എൻ്റെ ഫ്രെയിം വെച്ചുകൊണ്ടിരിക്കുന്നത് നിഷാനോട് ഫോട്ടോ എടുത്തപ്പോൾ പറയാം, എനിക്ക് പറ്റിയ ഒരാളെ കിട്ടിയപ്പോഴാണ്. അത് മീൻസ് നിന്നോട് എനിക്ക് ബോൾഡ് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ അത്ര സൈസ് ഇല്ല. അപ്പം ഇങ്ങനെ നിന്നു. ആ ആരായിട്ടുണ്ട്? ഇയാളോ? എൻ്റെ അത്ര ആയിട്ടില്ല. പുള്ളിക്കാരനും അതുപോലെ തന്നെ സൈസ് ചെറുത്. അപ്പോൾ ഇവരോട് ബോൾഡ് നിൽക്കാൻ പറ്റില്ല. ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ മറ്റേ അതാ ഞാൻ അങ്ങനെ ഒരു പോസ് കൊടുത്തത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാര്യം ഈ ബോൾഡാണെന്ന് പറയുന്നത് ചില ആൾക്കാർ സ്വഭാവത്തിലായിരിക്കും ബോൾഡ്. ഞാൻ മൊത്തത്തിൽ എന്ന് പറയുന്നത് ചില കോസ്റ്റ്യൂമിലും ബോൾഡ് ഉണ്ടെന്നുള്ളത് ചില ആൾക്കാർ പറഞ്ഞാണ് അറിയുന്നത്. ഈ നമ്മൾ ഇന്നവേഴ്സിലുള്ള ബോൾഡസ് കാണിക്കുമ്പോൾ എത്രത്തോളം ചമ്മൽ, അതായത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ചമ്മൽ ആദ്യം കുറച്ച് ചമ്മലുണ്ടായിരുന്നു. മീൻസ് ഒരു 2 ഇയർ മുന്നേ വരെ അത്യാവശ്യം ചമ്മലൊക്കെ. എനിക്ക് ഒരു റെഡ് ലിങ്കരി ഇട്ടിട്ട് ഞാനിവിടെ നമ്മുടെ ബീച്ച്, നമ്മുടെ കോവളം ബീച്ചിൽ ഇങ്ങനെ ഓടിപ്പോകുന്നൊരു അല്ല, ഈ ഫുൾ ഡ്രസ്സ് വരുന്ന നെറ്റിൻ്റെ ആ സാധനം ഇട്ടിട്ട്, അതും എനിക്ക് തോന്നുന്നു ഈ ഏഴിമല പൂഞ്ചോലയ്ക്കൊക്കെ മുന്നേ മില്യൺസ് അടിച്ച ഇതാണ്. അതും അത്യാവശ്യം പല സ്ഥലങ്ങളിൽ ടിക്ടോക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ടാറ്റു ചെയ്തതും ടിക്ടോക്കിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, അവിടെ ഉള്ളവരെടുത്ത് അയച്ചു തരാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അന്നത്തോടെ എൻ്റെ ചമ്മൽ മാറി. കാരണം അത് ചെയ്തതൊരു 11-12 മണി സമയത്താണ്, പകൽ. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അന്ന്, നല്ല ആളും ഉണ്ടായിരുന്നു, കുറേ ഭയങ്കര ആളായിരുന്നു. അപ്പോൾ അന്നത്തോടെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ആരാ എന്താണെന്നൊന്നും അറിയത്തില്ല. അല്ല, നാട്ടുകാർക്ക് അറിയത്തില്ല, എല്ലാവരും ഫോട്ടോയും കൊണ്ടുവരിക, ഫോണും കൊണ്ടുവരിക, ഫോട്ടോ എടുക്കുക. ഞാൻ ആരാന്ന് അറിഞ്ഞൂടാ, ആരാന്നേ അറിയത്തില്ല. രൂപേഷ് ചേട്ടൻ ലാസ്റ്റ് പറഞ്ഞു, രൂപേഷ് ചേട്ടനാ, ബലൂസിയുടെ രൂപേഷ് ചേട്ടനാ ഫോട്ടോ എടുത്തത്. ചേട്ടൻ പിന്നെ ആർഷേ ഓടിപ്പോയി ഏതെങ്കിലും ബാത്റൂമിനകത്ത് കയറിക്കോ, നിന്നെ വിടൂലേവന്മാർ. ഞാൻ എന്നിട്ട് നമ്മുടെ നീലകണ്ഠയുടെ സൈഡിലൊരു വാഷ്റൂം ഉണ്ട്, അതിനുള്ളിൽ ഞാൻ ഒടിയങ്ങ് കയറിപ്പോയി. എൻ്റെ രൂപേഷ് ചേട്ടനോട് പറഞ്ഞു ഡ്രസ്സ് കൊണ്ടുപോകാൻ പറഞ്ഞു. അതെ, ക്യാമും ഡ്രസ്സും മേക്കപ്പും ഒക്കെ കാണുമ്പോൾ ആരാ എന്താന്ന്. അതെ, അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, കഴിക്കുന്ന കാര്യം പറഞ്ഞു. സാധാരണ എല്ലാവരും പെൺകുട്ടികളൊക്കെ ഇപ്പം ബിയറും കഴിക്കാറുണ്ട്, ലിക്കറും കഴിക്കാറുണ്ട്. ഇതിലേതെങ്കിലും യുവർ ചോയ്സ് ഏതാണ്? ബോൾഡായിട്ട് തന്നെ പറയാൻ പറ്റും. കാര്യം ഞാൻ ബിയർ കഴിച്ചിട്ടുണ്ട്, കഴിക്കാറുണ്ട്, കഴിക്കാൻ ഒരു സാഹചര്യം ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു സിഗരറ്റ് ഞാൻ വീഡിയോസിൽ വരെ കാണാൻ, ഞാൻ സ്മോക്ക് ചെയ്യുന്നത് ഈ ഷൂട്ടിന് ആ ഒരു മീൻസ് ചില ബ്രൈഡൊക്കെ സിഗരറ്റ് വലിക്കുന്നത് ഉണ്ടാവുമല്ലോ, കള്ളു കുടിക്കുന്നത് ഉണ്ടാവും. പക്ഷേ ഞാൻ കള്ളു കുടിച്ച് ഇതുവരെ ഞാൻ ലൈവിൽ വന്നിട്ടില്ല. കാരണം അത് അത്യാവശ്യം ഞാൻ എൻ്റെ ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ ചെയ്തിട്ടുണ്ട്, കുടിക്കത്തില്ല.
ഓക്കെ, ഞാൻ എൻ്റെ ഫാമിലി ഉണ്ട്, മക്കളുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ചെറിയൊരു സ്പേസ് കൊടുക്കുന്നുണ്ട്. അതെ, ഉമ്മച്ചിയാണെങ്കിലും ഉമ്മച്ചി പർദ്ദയിട്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ്, ഭർത്താവ് മരിച്ച സ്ത്രീയാണ്, എൻ്റെ വാപ്പച്ചി മരിച്ചിട്ട് 4 വർഷമായി. ഞാൻ ഫാമിലിയിൽ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ആണ് എനിക്ക്. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ എനിക്ക് എൻ്റെ ഈ ഷൂട്ടൊക്കെല്ലാം എനിക്ക് അത്യാവശ്യം സപ്പോർട്ടുണ്ട്. ഈ സാധനം ഞാൻ ഒരു തവണ ഒരിടത്ത് ഹസ്ബൻഡ് ഞാനും കൂടെ ഏഴിമല പൂഞ്ചോല ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ എനിക്ക് വന്നൊരു കമൻറ്റാണ് ആ ഇൻ്റർവ്യൂവിന്, വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാനത് പറഞ്ഞതിന് താഴെ വന്നൊരു കമൻറ്റാണ്, ഭർത്താവാ കൊണ്ട് കൊടുക്കുന്നത്, ഇതാണ് കൊടുക്കുന്നവൻ. അങ്ങനെ ഒരു കമൻറ്റ് വന്നു. ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ അത് ഞാൻ എന്തുകൊണ്ട് ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ഉമ്മച്ചി ആരെങ്കിലും വരും. നമ്മുടെ ഡബറോളി എണ്ണനും ഞാനും മുകേഷ് ചേട്ടനുമായിട്ടൊരു സണ്ണി ലിയോൺ വരുന്ന സമയത്ത് ഒരു പ്രമോ ചെയ്ത്, അന്ന് വേറെ ആരും ഇല്ല, ഉമ്മച്ചിയാണ് ഉണ്ടായിരുന്നത്. ഉമ്മച്ചിയും ഞാനും കൂടെയാണ് പോയ ഒരു ഹോട്ടലിൽ, ഡബറോളി എണ്ണൻ സ്റ്റേ ചെയ്യുന്നതാണെന്ന് തോന്നുന്നൊരു ഹോട്ടൽ, അവിടെ പോയിട്ട് മുകേഷ് ചേട്ടനായിട്ടുള്ളൊരു കമ്പനി അത് ഇപ്പോൾ എന്താ കുറച്ച് വീഡിയോസിൽ കാണുന്നുണ്ട്. മുകേഷ് ചേട്ടൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇന്ന് റെക്കോർഡ് കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ്. റെക്കോർഡ് കിട്ടുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ ഇനാഗുറേഷൻ ചെയ്ത് ഏറ്റവും ബ്രാൻഡ് കിങ് ആയിട്ടുള്ള അതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല അദ്ദേഹത്തിൻ്റെ പ്രയത്നമാണ്. പക്ഷേ നിങ്ങളുടെ ആ വീഡിയോയ്ക്ക് ശേഷം വലിയ വീഡിയോസ് കണ്ടിട്ടില്ല, അതെന്താണ്? ഞങ്ങളുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഏഴിമല പൂഞ്ചോല ചെയ്യുക. അന്ന് തന്നെ മറ്റേ ആ ഉർവശി കള്ളു കുടിക്കുന്ന സാധനം, അത് രണ്ടും ഞങ്ങൾ അന്നത്തെ ദിവസം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൊയ്കയിൽ ചെയ്തു. ഞങ്ങളുടെ ഒരു 4-5 വീഡിയോ കോംബോ വന്നു കഴിഞ്ഞു. പിന്നെ കണ്ടിന്യൂസ് ഞങ്ങൾ തന്നെ വരേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് പുള്ളിയുടെ അടുത്തോ പുള്ളിക്ക് എന്നോട് ഒരു ബോണ്ടില്ല. ഓക്കെ, ഞാൻ പുള്ളിക്ക് ഷൂട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം, പുള്ളി എനിക്ക് ഞങ്ങൾ പേഴ്സണൽ ബോണ്ടില്ല. അതുമാത്രമല്ല, ഇടയ്ക്ക് ഞാൻ ഒരിടത്തുനിന്ന് കേട്ടതായിരുന്നു, ഇന്നിവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടോക്ക് വന്നു, നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ആൻഡ് ത്രോ ആയിരുന്നു എന്ന്. അല്ലേ, കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഒരു ടോക്കിൽ വന്ന സാധനം അത്. ഞങ്ങൾ യൂസ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേർക്ക് യൂസ് ആയിട്ടുണ്ട്. മുകേഷ് ചേട്ടൻ ഏഴിമലയ്ക്ക് മുന്നേ വരുന്നതിൽ ഇത്രയും അതോടെയാണ് ചേട്ടൻ്റെ ആ സമയം തൊട്ട്, മീൻസ് അത് കാരണം ചേട്ടൻ കയറിപ്പോയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് ആ സമയം ആ വീഡിയോ ഇപ്പോഴും ഇത്രയും വീഡിയോസ് വരും, ആ ഒരു കോംബോ ഭയങ്കര അട്രാക്ഷനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, പല ആൾക്കാരും പറഞ്ഞു തന്നെയും, ചേട്ടൻ തന്നെയും ഇനാഗ്രേഷനൊക്കെ പോയിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ വിളിച്ച് എന്നോട് അവരെ കൊണ്ട് പറയിച്ചിട്ടുണ്ട്, അർഷേദ വീഡിയോ കണ്ടിട്ടാണ് വിളിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നും കാണിക്കാണ്ട് ഒരു പാൻറ്റ് വിട്ട് ഒരു ടീഷർട്ട് വിട്ടിട്ട് ഒന്ന് തിരിഞ്ഞ് നടന്നു പോയി. നമ്മുടെ മോൺസ്റ്ററിലെ ഒരു വീഡിയോ, ഹണി റോസ് തിരിഞ്ഞ് നടക്കുന്ന പോലെ നടന്നു പോയതിന് 9 മില്യൺ വ്യൂവേഴ്സ് വിത്തിൻ 1 വീക്ക് എന്തോ ആയിട്ടുണ്ട്. 10 മില്യൺ നിയർ ബൈ ആയി. ഒരിക്കലും അല്ല. ഞാൻ വേറൊരാളെ കണ്ടിട്ട് അതുപോലെ ആവണം, അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂപ്പാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് സംസാരിച്ചിട്ട് പിന്നെ തിരിഞ്ഞു പോയി ഡിക്കി. അപ്പോൾ എൻ്റെ ഡിക്കിയും കാറിൻ്റെ ഡിക്കിയും ഫോക്കസ് ആയിരുന്നു. അത് ഹണി റോസ് ആയിരുന്നു. ബട്ട് ഞാൻ പുള്ളിക്കാരിയെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നതോ അങ്ങനെ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അത് നമ്മൾ യാദൃശികമായിട്ട് ഞാൻ മുകേഷ് ചേട്ടനും കണ്ടപ്പോൾ ചേട്ടൻ്റെ കോസ്റ്റ്യൂമും അത് വേറൊരു ഷൂട്ടിന് വേണ്ടി ഇട്ടതാണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം സെറ്റ്. അപ്പോൾ പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഒരു സാധനം, അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ കൊള്ളാം, വേറെ സീനൊന്നുമില്ല, 2 ഡയലോഗ് പറഞ്ഞാൽ മതി, എന്നിട്ട് തിരിഞ്ഞ് നടന്നു പോയാൽ മതി. ഞാൻ ശരിയായിട്ടാണ് എടുക്കാമെന്ന് പറഞ്ഞു. അതും ഇത്രയും വൈറലാകുമെന്ന് വിചാരിച്ചാൽ, കാരണം എക്സ്പോസ് ഇല്ല അതിൽ. പക്ഷെ അത് നല്ല രീതിയിൽ കയറിപ്പോയി. അതെ, സോ അതും ഞങ്ങൾ ചെയ്ത കോംബോ ഞങ്ങൾ പ്രതീക്ഷിക്കാണ്ട് ചെയ്യാം. ഒരുപാട് കോംബോ ഞങ്ങൾ ചെയ്തു. എന്നും ഇത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു പിന്നെ മടുക്കും. പക്ഷേ എങ്കിൽ ഇപ്പം മുകേഷ് ചേട്ടനോട് എനിക്ക് തോന്നുന്നു, എനിക്ക് നമ്പർ തന്നത് മുകേഷ് ചേട്ടനാണ്. മുകേഷ് ചേട്ടനാണ് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് വരാൻ പറ്റില്ലെന്ന് എന്നോട് ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു നമ്പർ തന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ തമ്മിൽ വേറെ വൈരാഗ്യമോ പിണക്കമോ ഒന്നുമില്ല. ഒരു 1-2 മാസം മുമ്പ് നമ്മുടെ റോൺസൺ ചേട്ടൻ ബിഗ് ബോസിലുണ്ടായിരുന്നു. റോൺസൺ ചേട്ടൻ എന്നെ വിളിച്ചിട്ടാ ആ ഷേഡി മുകേഷ് ചേട്ടൻ്റെ നമ്പർ ഒന്ന് തന്നെ, എന്തോ ഒരു ആവശ്യത്തിന് ഞാൻ കൊടുത്തുല്ലോ. എൻ്റെ ഫോണിൽ സേവ്ഡാണ് മുകേഷ് ചേട്ടൻ്റെ നമ്പർ. വീഡിയോസ് അതാ പറഞ്ഞ, ഒരു കോംബോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. പിന്നെയും ആ ആളുമായിട്ട് ഇപ്പം എന്നും നമ്മുടെ മോഹൻലാലും ശോഭനയും നല്ല കോംബോ ആണ്. അവർ 2 പേര് മാത്രമേ വീഡിയോ, അവർ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണോ? അങ്ങനെയല്ല, ഒരു പീരീഡ് കഴിയുമ്പോൾ അത് പോവും. ആ കോംബോ വിടുമ്പോൾ അത് വിടുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇതിൻ്റെ ഇടയിൽ വേറൊന്നു കൂടെ ഞാൻ പറഞ്ഞോട്ടെ. മുകേഷ് ചേട്ടൻ്റെ ഇന്നത്തെ അവാർഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇത്രയും പറഞ്ഞപ്പോഴാണ് എന്നോട് നേരത്തെ ഒരു ലേഡി മോഡലിനെ പറ്റിയിട്ട്, ബോൾഡ് മോഡലിനെ, ഹോട്ട് മോഡലിനെ പറ്റിയിട്ട് സംസാരിച്ചു. ബുദ്ധിമുട്ട് കൊണ്ട് ആണ് പുള്ളിക്കാരി ആ ഒരു മീൻസ് അത്രയും വൾഗർ എക്സ്പോസ് ഷൂട്ട് ചെയ്തതെന്ന്. മുകേഷ് ചേട്ടൻ എത്രത്തോളം വൈറലാണ്?
മുകേഷ് ചേട്ടൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്താണ് ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ മുകേഷ് ചേട്ടൻ പ്രൊമോഷനിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ തന്നെ ഈ ഒരു അവാർഡ് കിട്ടുന്നതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ പ്രൊമോഷൻസും ഇനാഗ്രേഷൻസും ഒക്കെ ചെയ്തതിൻ്റെ. മുകേഷ് ചേട്ടൻ എന്തോന്ന് കാണിച്ചിട്ടാ? പാൻറ്റൂരി കാണിച്ചിട്ടാണോ? ആണോ? മൊത്തത്തിൽ ഷർട്ട് എല്ലാം ഊരി കാണിച്ചിട്ടാണോ? ജെൻസിൻ്റെ ബോഡി ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ടാണോ? ഫോൺ വീഡിയോസിൽ ആക്ട് ചെയ്തിട്ടാണോ? എന്തോന്ന് ഇങ്ങനെ ഫോൺ വീഡിയോ ആക്ട് ചെയ്തോ? അതെ, അത് എന്ന് വെച്ചാൽ ചേട്ടന് ലാൽ സാറിൻ്റെ ആ ഒരു ഇത് ഇഷ്ടമാണ്. അപ്പം മുണ്ടുടുത്തിട്ട് അത് ലാൽ സാർ ഇങ്ങനെ ആ ഒരു ഇതിട്ടിട്ടൊക്കെ അങ്ങനെയുള്ളൂ. അല്ലാണ്ട് പുള്ളിക്കാരൻ ഒരു എന്താ പറയുക, ഈ എക്സ്പോസ് അല്ലെങ്കിൽ വൾഗാരിറ്റിക്ക് വേണ്ടി പുള്ളിക്കാരൻ പോൺ ചെയ്യുന്നില്ല. അങ്ങനെയല്ല പുള്ളിക്കാരൻ വൈറലായത്. ഇത്രയും ഉണ്ടാക്കിയതും അങ്ങനെയല്ല. ഇത് പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയാ ഇപ്പം നമുക്ക് അല്ല, അതെനിക്ക് അങ്ങനെ പ്രൊമോഷൻ ചെയ്ത് മാത്രം. നാളെ എന്നെ വിളിച്ച് ഇടിക്കും കേട്ടാ. എടി നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എന്നെ വിളിക്കും. അല്ല, അങ്ങനെ ആവുമ്പോൾ ഇവളിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കയറി കാണുമല്ലേ. ഏതാണ് ആ ഒരു ചാറ്റിനിടയ്ക്ക് ഇപ്പം ഒരു ലേഡിയുടെ ഇന്റർവ്യൂ വന്നില്ലേ, അതിനിടയ്ക്ക് കുറേ പറഞ്ഞില്ല, ആ പറഞ്ഞതിനകത്ത് 1-2 കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞില്ല. തെറ്റാണെന്ന് പറഞ്ഞാൽ അതാണ് ഒരു സമുദായം ഒരിക്കലും ഒരു ബോൾഡ് ഫോട്ടോഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു വിടത്തില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി വേറെ എന്തെങ്കിലും. പിന്നെ മലപ്പുറം സൈഡാണെന്ന് പറയുന്നു. അങ്ങനെ അഥവാ വിട്ടുണ്ടെങ്കിൽ വിവരമില്ലാത്ത ആൾക്കാരായിരിക്കും പുള്ളിക്കാരിനെ. നമ്മൾ പുള്ളിക്കാരിയെ മാത്രം അങ്ങ് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ ആൾക്കാർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിവരവും ബോധവും പക്വതയുള്ള ആൾക്കാരാണ്. ഇപ്പം മോഡൽസിനെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മോഡൽസ് വരുന്ന കാലിക്കറ്റ് എന്നാണ്. കാലിക്കറ്റ് മലപ്പുറവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. എനിക്കും മലപ്പുറത്ത് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മോഡേൺ ഡ്രസ്സൊക്കെ ചെയ്ത് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന പക്ഷേ അവർ എന്തിനും തലയിൽ മൊഫ്ത ഇടുന്നവരുണ്ട് കേട്ടോ. ഇതിൽപ്പെട്ടവർ തന്നെ എനിക്ക് അസീനെ അറിയത്തില്ലേ, നമ്മുടെ ഒരു ബോൾഡ് ഇത് ചെയ്യുന്ന പ്ലസ് സൈസ്. അതെ, അവൾ ആ സൈഡ് എവിടെയോ അല്ലേ? ഓക്കെ. അവിടുന്ന് അത്യാവശ്യം മോഡൽസ് പ്ലസ് സൈസ് മോഡൽസ് തന്നെ വരുന്നുണ്ട്. പ്ലസ് സൈസ് മോഡൽസ് മിക്കതും ക്ലീവേജ് എക്സ്പോസ് ആയിരിക്കും. അവരെയൊക്കെ എത്ര ഉരുവിലൊക്കെ കിട്ടു? അത് ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനെ തെറ്റെന്ന് പറയുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, 5.5 മീറ്റർ സാരി അത്യാവശ്യം ട്രാൻസ്പെറൻറ്റ്, ഈ ഷിഫോൺ ടൈപ്പ് സാരി മിക്കതും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും വരുന്നത്. ബ്ലൗസിൻ്റെ തുണി വാങ്ങിക്കും, 1 മീറ്റർ തുണി വാങ്ങിക്കും, അതിനെ നോർമൽ ഒരു ബ്ലൗസ് തയ്ക്കും. ബാക്ക് കഴുത്ത് ഇങ്ങനെ ഉണ്ടാവും, ഫ്രണ്ട് കഴുത്ത് ഇങ്ങനെ ഉണ്ടാവും. അതിൽ ഈ ക്ലീവേജ് തന്നെ ഇങ്ങനെ ആയിരിക്കും കാണുക. അതിന് ലൈനിങ് ഉണ്ടാവത്തില്ല. ഇൻസൈഡ് കിടക്കുന്ന വൈറ്റ് ബ്രാ വരെ ക്ലിയർ എക്സ്പോസ് ആയിരിക്കും. സാരി ഉടുത്തു കഴിഞ്ഞാൽ വയർ ഇത്രയും കാണിക്കും. എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നു 2 പീസ് ഒന്നുമല്ല. ഏറ്റവും വൾഗർ ഡ്രസ്സ് അങ്ങനെയാണെങ്കിൽ ഞാൻ സാരി എന്നേ പറയൂ. അത് എല്ലാവരും ഉടുക്കുമ്പോഴല്ല, ചില ആൾക്കാർ ഉടുക്കുമ്പോൾ സാരി ഏറ്റവും പണ്ട് തൊട്ടേ ഉള്ള വൾഗർ ഡ്രസ്സ് സാരി ആയിരിക്കും. ഈ മുതുകും ഇങ്ങനെ വെട്ടി തുറന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടിട്ട് വയറും കാണിച്ച് ഇവിടെ ഇത്രയും കാണിച്ച് പിന്നെ വേണമെങ്കിൽ മടക്കി ഒരു കുത്തും കൂടെ കുത്തും. സ്വാഭാവികമായിട്ട് അങ്ങനെ കാണിച്ചു. അതെന്ന് പറയുന്നത് പണ്ട് ഈ മലയാളികളായിട്ടുള്ള സ്ത്രീകൾ സാരി ഉടുക്കുന്ന സമയങ്ങളിൽ ചില സിറ്റുവേഷനിൽ അവർക്ക് പണ്ടത്തെ മലയാളം മൂവീസിലും എല്ലാം മുണ്ടും ബ്ലൗസും അങ്ങനെ സിനിമയിലൊക്കെ പറയുന്ന ചീത്ത വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുള്ളൂ. പക്ഷേ ഇതൊന്നും അല്ല നമ്മൾ സംസാരിക്കുന്നത്. എങ്കിൽ പോലും ഒരു ബോൾഡ് ഷൂട്ടാണ്. അപ്പം ഞാൻ ആർഷയെ വിളിച്ചപ്പോൾ ആർഷ എന്നോട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, എനിക്കൊരു ഇൻ്റർവ്യൂ കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായതുകൊണ്ടാണ് ഫോണിൽ കൂടെ സംസാരിച്ചത് മനസ്സിലായത്. അതിന് താങ്ക്സ്. സൗണ്ട് കേട്ടിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായേ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ മനസ്സിലെ വിഷമങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. നമ്മുടെ പ്രേക്ഷകരോട് തന്നെ പറയാം, എന്നോട് തന്നെ പറയാം. എന്തെങ്കിലുമൊക്കെ മനസ്സിന് വിഷമം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, സിനിമയിൽ അഭിനയിക്കാനൊക്കെ ചാൻസ് കിട്ടിയിട്ട് അതിനകത്ത് ഇല്ല, മൂവി ചാൻസ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് വഴി എനിക്ക് തെലുങ്ക് മൂവീസിനൊക്കെ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ഒരു 3-4 മന്ത് മുന്നേ പോയിട്ട് ചെയ്യാണ്ട് വരേണ്ട ഒരു സാഹചര്യം വന്നു. കാരണം എന്താ വെച്ചാൽ അവരുടെ മിസ്റ്റേക്കല്ല, എൻ്റെ മിസ്റ്റേക്കാണ്. എൻ്റെയും മിസ്റ്റേക്കല്ല, ശരീരം ഓവർ സൈസായിരുന്നു. ആഗ്നേ വന്നിട്ട് ഫേസ് ഫുള്ള് പിമ്പിൾ ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ചെയ്യുന്നതിനോട് പുള്ളിക്ക് താല്പര്യം കുറവാണ്. ഹസ്ബൻഡിന് കേരളത്തിൽ ചെയ്യുന്നതിനോട് പുള്ളിക്ക് ഞാൻ ഫുള്ളായിട്ട് അങ്ങ് ഹൈദരാബാദ് സെറ്റിലായാൽ കൊള്ളാമെന്ന് ഷോപ്പിംഗ് മാൾ ഓപ്പറേഷൻ മാനേജറാണ്. പിന്നെ അവിടെ ബിസിനസ് ഉണ്ട് വേറെ. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ ബിസിനസ് നോക്കി നടത്തുക, ഇവിടെ വരുമ്പോൾ മോഡലിംഗ് ചെയ്യുക. ഞാനൊരു 1 മന്ത് ഇപ്പോഴെങ്കിലും ജിമ്മിൽ കയറണമെന്ന് ആഗ്രഹമാണ്.
പേഴ്സണൽ ട്രെയിനർ ഉണ്ട്, പുള്ളിക്കാരൻ തന്നെയാണ് പേഴ്സണൽ ബോഡി ഗാർഡും. പുള്ളിക്കാരൻ ടീമുണ്ട്, അവർ 3 പേരുണ്ട്. ഇവിടെയൊക്കെ ഉണ്ടോ? ആ ഇരിക്കട്ടെ എന്ന്. അങ്ങനല്ല, ഈ ഫാഷൻ ഷോയ്ക്കും കാര്യങ്ങളും ഇപ്പോൾ ഈ വന്നിട്ടുണ്ട്, അവിടെ പുറത്തുണ്ട്. നേരത്തെ സംസാരിച്ചത് കാണാൻ അതെ, ആ പുള്ളി തന്നെയാണ്. അല്ല സംസാരിച്ചാൽ കാണണ്ട, എന്നെ എടുത്തിട്ട് ഇടിച്ചാണ് നേരത്തെ സംസാരിച്ചത്. അതെന്താ വെച്ചാൽ ഈ നമ്മൾ 2 പീസ് ഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നേക്കാളും നല്ലത് ഇദ്ദേഹത്തെ കയറി പിടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെ കുറ്റം പറയാൻ പറ്റുമോ? എന്നെ ശരിക്കും പബ്ലിക് പ്ലേസിൽ നീ കാണിച്ചിട്ടല്ലേ, അപ്പോൾ ഓവർ പ്രൊവോക്ഡ് ആയി പിടിച്ചു ഒന്നും പറയാൻ പറ്റില്ല. അതെ, ഇപ്പോൾ റേപ്പിനെ പറ്റി പറയുന്നു, 2 വയസ്സായ കുട്ടീനെ റേപ്പ് ചെയ്താൽ അതിനെ നമ്മൾ എതിർത്ത് സംസാരിക്കുക. എല്ലാം കാണിച്ചുകൊണ്ട് നിന്നിട്ട് അതിനെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ആ ഒരു സെക്ഷുവൽ തോട്ട് എന്ന് പറയുന്ന ആർക്ക് എപ്പോൾ വരുമെന്ന് ഇപ്പോഴത്തെ ഇതിൽ ആദ്യമൊക്കെ ആണെങ്കിൽ ആൾക്കാരത് ഹൈഡ് ചെയ്ത് വെക്കും. ഇപ്പോൾ അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ഗവൺമെൻറ് തന്നെ അംഗീകരിച്ച് എന്താ 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും എവിടെയും ഒരു 4 ചുവരിനുള്ളിൽ സെക്സ് ചെയ്യാന്നുള്ളൊരു ഇത് കൊടുത്തതും. പിന്നെ അടുത്തെന്തോ റൂള് വരാൻ പോകുന്നു എന്ന് കേട്ടുമല്ലോ, വന്നു എന്നോ എന്തോ ഇടയ്ക്ക്. അത് സത്യമാണോ? എൻ്റെ അടുത്തൊരു മീൻസ് ഹസ്ബൻഡ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വൈഫ് ഉണ്ടെങ്കിലും അഡൽട്ടായിട്ടുള്ള വേറെ ഒരാളുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടുന്നതിൽ തെറ്റില്ല. ഏജ് അതായത് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ 21 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആണും പെണ്ണും തമ്മിൽ അവർ ഒരു മതകെട്ടിനകത്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ കുഴപ്പമില്ലെന്നാണ് ആർഷ പറഞ്ഞു വരുന്നത്. അങ്ങനെ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്, അംഗീകാരം കൊടുത്തിട്ടുണ്ടെന്നാണ്. അതെ, അതിനെപ്പറ്റി എനിക്കറിയില്ല. ഉള്ളതാണോ ഏട്ടാ? പഴയ നിയമം മാറി ഇപ്പോൾ വേറെ. അയ്യോ, അത് പറ്റൂല. ഞാൻ ഇനി ചേട്ടനെ കൊണ്ട് എവിടെ പോകും? അപ്പൊ ഞാൻ ഇനി എവിടെ പോകുന്നുണ്ട്? അല്ല, അപ്പൊ ചേട്ടാ അതപ്പോ ആ റൂള് മാറിയോ? അത് കേസ് കൊടുത്തു, അല്ലാണ്ട് മറ്റേ പഴയ റൈഡും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ലല്ലോ. അതൊന്നും ഇപ്പൊ ഇല്ല. അങ്ങനെയല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. ഇല്ല, ആ റൂള് വന്നാൽ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഹൈദരാബാദിലായിരുന്നു. പ്രണയമില്ലാത്തവരായിട്ട് ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, മനുഷ്യനല്ലേ പിള്ളേ, ആർട്ടിസ്റ്റ് അല്ലേ എന്നല്ല, മനുഷ്യനല്ലേ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വളരെ സന്തോഷം. കാരണം നമ്മൾ കുറേ സമയമായിട്ട് സംസാരിച്ചു, എന്നെ പ്രാങ്ക് ചെയ്യാൻ നോക്കി, പക്ഷെ ഞാൻ വരണ്ടില്ല. മനസ്സിലായി. പക്ഷേ ബോഡി ഗാർഡിനെ കണ്ടാൽ ഞാൻ വരണ്ടേനെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇനി നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകരോട് എനിക്കത് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. നമ്മൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. അല്ലാതെ കൊടുത്തിട്ടുണ്ടോ? വേറെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടോ? പോടാ, എനിക്ക് പേടിയാണ്. ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാം? മൂവി വേൾഡ് മീഡിയ ചാനലിൻ്റെ പ്രേക്ഷകരോട് പറയാനായിട്ട് എന്ന് വെച്ചാൽ, ഈ എക്സ്പോസ് ഷൂട്ട് ചെയ്യുന്ന എല്ലാ പേരും പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ ഞാൻ എന്ന് വെച്ച് അടിച്ചമർത്തുകയല്ല, ആ കാറ്റഗറി അല്ല. ചിലർ അവരുടെ പാഷനായിട്ട് വരുന്നവരുണ്ടാവും ഈ ഫീൽഡിലേക്ക്, പിന്നെ സാഹചര്യം കൊണ്ട് വരുന്നവരുണ്ടാവും. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊരു വേർഡ് അവിടെ ഞാൻ പറഞ്ഞു, ആ കാറ്റഗറീനെ ഞാൻ അടിച്ചമർത്തി പറയില്ല. കാരണം അപ്പോൾ ചോദിക്കും, അവർക്ക് ആ ജോലി ചെയ്യുന്ന എന്തിനാ, വേറെ എന്തെല്ലാം ജോലി ഉണ്ടെന്ന്. ചിലപ്പോൾ ഭർത്താവ് കിടപ്പിലായിരിക്കും, നമ്മൾ എത്രയോ മൂവീസിൽ കണ്ടിട്ടുണ്ട്, കുഞ്ഞു ചെറുതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം അവർക്ക് ഒരു 60-70,000 ബാധ്യത ഉണ്ടായിരിക്കാം. ചിലപ്പോൾ 2 വീലർ എടുത്ത് ലോൺ ഉണ്ടാവാം, ചിലപ്പോൾ പേഴ്സണൽ ലോൺ ഉണ്ടാവാം, ഫോൺ എടുത്ത് ലോൺ ഉണ്ടാവാം, വീട്ടിലെ ചിലവ്, കുട്ടികളെ ചിലപ്പോൾ അവർക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പ്രൈവറ്റ് സ്കൂളിലായിരിക്കും വിടുന്നത്, അല്ലെങ്കിൽ ഡാൻസ് അങ്ങനെ ആക്ടിവിറ്റീസിന് വിടുന്നുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു എബോവ് 40,000 എങ്കിലും വേണമായിരിക്കാം. ബട്ട് ഈ പുള്ളിക്കാരി ഒരു 10th ഫെയിലായിട്ടുള്ള ഒരാളാണെങ്കിലോ, അവർക്ക് എങ്ങനെയായിരുന്നാലും ഒരു 15 രൂപയ്ക്ക് മേലെയുള്ള ഒരു ജോലി, സാലറി കിട്ടുന്ന ജോലി കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കാം, എങ്കിൽ വീട്ടിൽ പോയി വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി ആ കിച്ചണിലെ ജോലി ചെയ്ത് ജീവിക്കണം എന്ന്. അതിനാണെങ്കിൽ പോലും മാക്സിമം സാലറി 20,000 ആണ്. ആ ജോലി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്തിട്ട് വരുമ്പോൾ ഇവിടെ വയ്യാണ്ട് കിടക്കുന്ന ഭർത്താവിന് ഇടയ്ക്ക് വെള്ളം എടുത്ത് കൊടുക്കണമായിരിക്കും, മെഡിസിൻ കൊടുക്കണമായിരിക്കും, കുഞ്ഞ് കരയുമായിരിക്കും, ഇങ്ങനെ ഒരുപാടുണ്ട്. അതുകൊണ്ട് ആ കാറ്റഗറീനെ ഞാൻ സോറി, ആ വേർഡ് അങ്ങനെയല്ല ഞാനെന്നല്ല, എല്ലാ മോഡൽസും
അപ്പോൾ അതും ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ എല്ലാ കാര്യം നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല. ഓരോ മനുഷ്യരും ഓരോ രീതിയാവുന്നെങ്കിൽ അതിലോരോ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചെങ്കിലും നെഗറ്റീവ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ വ്യക്തി പറഞ്ഞ നമ്മുടെ സമുദായത്തിനെ, ഹിന്ദു മുസ്ലിം സമുദായത്തിനെ പറ്റി, ഹിന്ദുവിലേക്ക് വന്നാൽ എന്തുമാവാം, മുസ്ലിമിൽ നിന്നാൽ പറ്റത്തില്ല, ആ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതെ നമ്മൾ പറഞ്ഞതല്ല, ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതിനെ പറ്റി ഇവിടെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ അങ്ങനെ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ്, പുള്ളിക്കാരി ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞാൽ പേര് മാറ്റി ഓക്കെ ആ ഒരു കാസ്റ്റ് എടുത്തിട്ടു. ആ കാസ്റ്റിൻ്റെ അതെ അത് വളരെ തെറ്റാണ്. ഹിന്ദു മതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ വേറെ ഏതെങ്കിലും മതത്തിലോ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആ ഒരു അതെ. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഒരു റീസണും ഇല്ലാണ്ട് പുള്ളിക്കാരിയെ പള്ളിക്കാരങ്ങനെ ചെയ്തെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ലീഗലി പോകാൻ കേട്ടോ. അതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ബട്ട് ആ നിയമങ്ങൾ തന്നെയും നമ്മുടെ ഇന്ത്യൻ റൂളിൽ ആഡഡ് ആണ്. കാരണം അതുകൊണ്ടാണല്ലോ തലാക്ക് ആദ്യം ഉണ്ടായിരുന്ന രീതിയല്ല ഇപ്പോൾ ഉള്ളത്. റൂള് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നമ്മുടെ ആളല്ലേ, അറിയില്ല, മുസ്ലിം അല്ലേ, അറിയില്ല. എന്തായാലും വളരെ സന്തോഷം. ഇനിയും നല്ല വിവരങ്ങളിലേക്ക് എത്തട്ടെ. ഇനി എന്താണ് ആഗ്രഹം, എന്താണ് അങ്ങനെ അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഉണ്ടോ? ഈ രീതിയിൽ തന്നെ ഇപ്പൊ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നല്ല തടിയുണ്ട്. ഇപ്പൊ ഈ ഒരു തടിയിലൊരു 2 പീസ് ഫോട്ടോഷൂട്ട് വിളിച്ചാൽ ചെയ്തു? ഇല്ല, എനിക്ക് അത്യാവശ്യം വിളിക്കുന്നുണ്ട്. കാരണം ബോഡി ഷെയിം ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഇത് ബിക്കിനി ഞാൻ ചെയ്യൂല, അത് ആദ്യവും ചെയ്തിട്ടില്ല. 2 പീസ് ചെയ്യും. ഇത്രയും സൈസും വെച്ചിട്ട് എനിക്ക് 2 പീസ് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഈ ബോഡി ഷെയിം ഇഷ്യൂ ഒന്നും വരാണ്ടിരുന്നാൽ മതി, അല്ലാണ്ട് എനിക്ക് വേറെ പ്രശ്നം. കമന്റ്സ് എന്തായാലും വരും. ഇപ്പോൾ നിങ്ങൾ നോർമൽ ചെയ്താലും കമന്റ്സ് എന്തായാലും വരും. അപ്പോൾ തീർച്ചയായിട്ടും 2 പീസിലേക്ക് വരട്ടെ. ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് തോന്നുന്നു മോഡലിംഗ് ആണെന്ന് തോന്നുന്നു. മോഡലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പ്ലസ് സൈസ് മോഡൽസിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഫാഷൻ ഷോ തന്നെ ഉണ്ട്, ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ കേരളത്തിൻ്റെ പേര് ഇനി ഒരു പ്ലസ് സൈസ് മോഡലായിട്ടുള്ള ഒരുപാട് അങ്ങ് ഭയങ്കര കൈവിട്ടു പോകാനൊന്നും ഇപ്പോൾ തന്നെ ഈ 1 ഇയർ ഞാൻ മാറി നിന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഈ നെഗറ്റീവ് റോള് ചെയ്യുന്ന സീരിയൽ വന്നിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട്. അപ്പോൾ അതൊന്നും അഭിനയിക്കേണ്ടി വരത്തില്ല. അനുഭവം കൊണ്ട് പറയുക അല്ലേ? ഓക്കെ. അല്ല, എനിക്ക് എപ്പോഴും എനിക്ക് എവിടെ പോയിരുന്നാലും വീക്കിലി എൻ്റെ പിള്ളേരുടെ അടുത്ത് എത്തണം. സീരിയൽ പോയി ചെയ്താലും ട്രിവാൻഡ്രത്തായിരിക്കും സീരിയലുകൾക്ക് പോയി വരാമെന്നില്ല. എന്തായാലും കളയണ്ട, ഒന്നും കളയണ്ട, എല്ലാം നല്ലതിനാണ് വരട്ടെ. വിളിച്ച് ഇവിടെ വന്ന് നമുക്ക് ഇൻ്റർവ്യൂ വന്നതിൽ വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ്, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമ്മളെ മൂവി വേൾഡ് മീഡിയ കടപ്പെട്ടിരിക്കുന്നു ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഇനിയും നമ്മൾ ഒരിക്കൽ കൂടി കൂടും, ഈ ഇൻ്റർവ്യൂ കയറി എല്ലാവരിലേക്കും എത്തി എന്താണ് ആശ നമ്മളെല്ലാവരും അറിയട്ടെ. താങ്ക് യു സോ മച്ച് ഡിയർ, താങ്ക് യു സോ മച്ച്. ഓക്കെ.